കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 164 സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. തുടർമാനമായി കൊരിന്ത്യ ലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കുകയും ഇത്രത്തോളം പഠിക്കുവാൻ കർത്താവ് നമ്മളെ കരുതുകയും ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോൾസ് ഫസ്റ്റ് എപ്പിസ്റ്റൽ ടു കൊരിന്ത്യൻസ്, കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 1ഉം 2ഉം അധ്യായം കഴിഞ്ഞ ദിനങ്ങളിൽ ചിന്തിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഇന്ന് 3ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 3ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒരു കാര്യമൊന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് വരിക. അതായത് നമുക്കൊരു ചോദ്യത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അന്യഭാഷയെക്കുറിച്ചും ഒക്കെ ചെയ്തിരിക്കുന്ന വീഡിയോയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ബൈബിൾ ക്ലാസിന്റെ അവസാനം നമുക്ക് സമയം ലഭിക്കുന്നുവെങ്കിൽ ആ സമയത്ത് ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊള്ളാം. ചോദ്യം ഇതാണ്, അതായത് ഈ കാലഘട്ടത്തിൽ പ്രവചനമുണ്ടോ? ഈ കാലഘട്ടത്തിൽ ദർശനമുണ്ടോ? ദർശനങ്ങളിൽ കൂടി, ദാർശനികനിൽ കൂടി നമ്മളെ ദൈവം ആലോചനകൾ അറിയിക്കാറുണ്ടോ? നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളിലൊക്കെ ആലോചനകൾ പറയുകയും പലർക്കും ദൈവം ദർശനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനൊരു കാര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ തുടർമാനമായ പഠനമായത് കാരണം അതിനിടയ്ക്ക് ഒരു ചോദ്യം വരാതെ ഇതിന്റെ അവസരം ലഭിക്കുന്നുവെങ്കിൽ നമുക്കത് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കൊരിന്ത്യ ലേഖന പഠനത്തിലാണ് ആയിരിക്കുന്നത്. 3ാം അധ്യായം ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ സമർപ്പിക്കുകയാണ്. 1ഉം 2ഉം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1ഉം 2ഉം അധ്യായത്തിലെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സഭയിൽ പിണക്കമുണ്ടായി. അതായത് ക്ലോവയുടെ ആൾക്കാരാൽ പൗലോസ് അപ്പോസ്തലന് അറിവ് ലഭിച്ചു, കൊരിന്ത്യ സഭയിൽ പിണക്കമുണ്ട് എന്നുള്ളത്. പിണക്കം എന്ന് പറയുന്നത് ചെറിയ പിണക്കമല്ല, കാര്യമായ പിണക്കമുണ്ട്. അതിന് കാരണം അവിടെ ഭിന്നത ഉണ്ടായിരിക്കുന്നു. ആ ഭിന്നതയ്ക്ക് കാരണം അവർ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ആ ഗ്രൂപ്പുകൾക്ക് കാരണം ആൾക്കാര് അവരെ ഓരോരോ ലീഡേഴ്സിനെ കണ്ട് ആ ലീഡേഴ്സിന്റെ അണ്ടറിൽ അണിനിരന്നിരിക്കുകയാണ്. അവരുടെ ജ്ഞാനം, അവരുടെ കഴിവുകൾ, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ പദവി, അവരുടെ ഇൻഫ്ലുവൻസ്, അതിന്റെ ബേസിസിൽ 4-5 ഗ്രൂപ്പുകളായിട്ട് മാറിയിരിക്കുക. പ്രധാനമായിട്ട് 4 ഗ്രൂപ്പുകളായിട്ട് മാറിയിരിക്കുക. എന്നാൽ പൗലോസ് അപ്പോസ്തലന് അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് 1ഉം 2ഉം അധ്യായം തുടങ്ങിയിരിക്കുന്നത്. ആ കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ എന്തോ പിടികിട്ടാത്ത ഒരു പുസ്തകം മാതിരി പഠിക്കാതെ വളരെ ക്ലിയർ ആയിട്ട് അതിനകത്തിൽ ഒരു വാക്ക് പോലും നമുക്ക് മനസ്സിലാകാതെ പോകല്ല. ആ രീതിയിൽ അതിനെ ക്ലിയർ ആയിട്ട് പറഞ്ഞാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ അങ്ങനെ മനസ്സിലാക്കി തന്നെ നമ്മൾ പോകണം. ഇവിടെ ഈ 2 അധ്യായങ്ങളിലും പോള് അരക്കിട്ട് ഉറപ്പിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ മാനുഷിക ഗ്രൂപ്പുകൾ ഉണ്ടാകുവാൻ പാടില്ല. കാര്യം മാനുഷിക ജ്ഞാനം ദൈവത്തിന്റെ സന്നിധിയിൽ ഭോഷത്വമാണ്. മനുഷ്യന് ഈ ക്രിസ്തീയ മാർഗവുമായിട്ട്, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഞാൻ ഈ ക്രിസ്തീയ മാർഗം എന്ന് പറയുമ്പോഴത്തേന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ ക്രിസ്തീയ മാർഗമുണ്ട്. അത് നെയിം സേക്കാണ്, അത് പേരിനും മാത്രമുള്ള ക്രിസ്തീയ മാർഗമാണ്. ആക്ച്വലി ആ ഒരു ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. ഈ ഒരു വിശ്വാസത്തിൽ മാനുഷിക ജ്ഞാനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അവരുടെ റോള് 0യാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കാണിച്ചു, പോളിന്റെ റോൾ ഈ വിഷയത്തിൽ 0യാണ്. അപ്പല്ലോസിന്റെ റോള് 0യാണ്. പത്രോസിന്റെ റോൾ 0യാണ്. ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ മുൻപിൽ 0യാണ്. അതിന് ഒരു വാല്യൂമില്ല. ഈ രക്ഷാപദ്ധതിയിൽ ഒരു മനുഷ്യനും ഒരു പങ്കുമില്ല. ഇത് വളരെ ക്ലിയറാണ്. ഒരുത്തരും അതിന്റെ ക്രൂശിന്റെ ചുവട് താങ്ങാനായിട്ടോ കർത്താവിനെ മരണത്തിൽ സഹായിക്കാനായിട്ടോ ഒരുത്തരും വന്നിട്ടില്ല. ഒരുത്തർക്കും ഇതിൽ ഒരു പങ്കുമില്ല. ഇന്ന് പോളിനും നമുക്കും നമ്മിൽ ഒരാളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഒരുത്തരെയും ഒരു വലിപ്പം ചെറുപ്പം ഉള്ളതായിട്ട് കാണരുത്. ഇവിടെ പൗലോസ് അപ്പോസ്തലന് ഒരു വ്യത്യാസവുമില്ല. ഞാനും പോളും കൂടെ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഓഫ് കോഴ്സ് ഞങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഞങ്ങളെ ദൈവം അണിയിക്കാൻ പോകുന്ന തേജസിന്റെ ലെയറുകൾ വ്യത്യാസമുണ്ട്. എന്നാലും മാനുഷിക രീതിയിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ 2 പേര് തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു വലിപ്പ ചെറുപ്പമില്ല. കാര്യം നമ്മൾ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാണ്. ഈ കണ്ണാണോ നല്ലത് അതോ ഈ കണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അതിന്റെ ആൻസർ? എല്ലാം ഒരുപോലെ. ഇവിടെ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്.
ആ ശരീരമാകുന്ന സഭയിൽ ഒരുത്തർക്കും ഒരു വലിപ്പച്ചെറുപ്പമില്ല. ഈ ചെവിയാണോ നല്ലത് അതോ ഈ മൂക്കാണോ എന്ന് ചോദിച്ചാൽ എന്താ ഞാൻ പറയേണ്ടത്? ഈ കണ്ണാണോ നല്ലത്? ഇപ്പൊ കണ്ണ് പറയുക ഞാനാണ് ഈ കാണുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന എനിക്ക് കണ്ണുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും കേമനെന്ന് കണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതിനെല്ലാം ഒരു വിലയുമില്ലാതെ പോവല്ലേ. അപ്പൊ അതേസമയം തന്നെ കാല് പണി മുടക്കുക എന്ന് വിചാരിച്ചു. കാല് പണി മുടക്കുക, ഞാനാണ് ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണുകൊണ്ട് ഇവിടെ ഇരുന്ന് ഈ മുറിക്കകത്തിലുള്ളത് ഇങ്ങനെ എന്റെ 4 ഭിത്തിയും കാണാമെന്നുള്ളതല്ലാതെ ഇവിടെ നിങ്ങൾ പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള റോളുകളുണ്ട്. ഒരുത്തർക്കും ഒരു വ്യത്യാസമില്ല. ഈ വിരലിനെക്കാട്ടിൽ ഈ വിരലിന് ഒന്നും അഭിമാനിക്കാനില്ല. ഈ വിരലിനെക്കാട്ടിൽ വലുതല്ല, അഭിമാനിക്കാൻ ഒന്നുമില്ല അടുത്ത വിരലിന്. എല്ലാവരും ഒരുപോലാണ്. ഇവിടെ പോളൊന്നുമില്ല, അപ്പല്ലോസ് ഒന്നുമില്ല, കേഫാന്നുമില്ല, ഞാനൊന്നുമില്ല, എൽദോ ബ്രദർ ഒന്നുമില്ല. ഒരു മനുഷ്യർക്കും ഒരു വ്യത്യാസം ഈ ഒരു പദ്ധതിയിലില്ല. നമ്മുടെ എല്ലാവരുടെ റോൾ 0 അതുകൊണ്ട് ഒരു ജ്ഞാനത്തിനും ഇവിടെ ഒരു പ്രത്യേകതയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ മാനുഷിക ജ്ഞാനമോ മാനുഷിക പദവികളോ ഒന്നും 0 പറയുക. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ആത്മീകമായിട്ട് പക്വതയാർന്നവരുടെ ഇടയിൽ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ കഴിയുന്നവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. ലോകത്തിൽ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും ലോകത്തിൽ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന ജ്ഞാനമല്ല. നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായിട്ട് മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഞങ്ങൾ ജ്ഞാനം പറയുന്നുണ്ട്, പക്ഷെ ആ ജ്ഞാനം ഈ ലോകത്തിന് മനസ്സിലാകുന്ന ജ്ഞാനമോ ലോകത്തിന്റെ ജ്ഞാനമോ അല്ല. അത് ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്നത്. ഒരു മനുഷ്യർക്കായിട്ട്, ഒരു ദൂതനാകട്ടെ, സ്വർഗത്തിലുള്ള ഒരു ജീവികൾക്കായിട്ട് അറിയാൻ പാടില്ലാത്തതുമായ സ്വർഗീയ മർമ്മമാണ്, മറഞ്ഞിരുന്ന സ്വർഗീയ മർമ്മമാണ്. അത് കാലത്തികവെങ്കിൽ കർത്താവ് വെളിപ്പെടുത്തി. അത് മറച്ചു വെക്കാൻ കാരണമുണ്ട്. അടുത്ത ലൈനിൽ പറയുന്നുണ്ട്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയേ. ക്രൂശ് നടക്കാതെ പോയെന്ന് വിചാരിച്ചു, ക്രൂശ് നടന്നിട്ടില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ദോഷം? എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസ്? അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം? ക്രൂശ് നടന്നിട്ടില്ല. ഇവിടെ പറയുകയാണ്, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അത് അറിഞ്ഞില്ല. കർത്താവ് ഡെലിബറേറ്റ്ലി അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ മറച്ചു വെച്ചിരുന്നു. ഇവരാരും അറിയാതിരിക്കാൻ തന്നെയാണ് മറച്ചു വെച്ചിരുന്നത്. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ക്രൂശീകരണത്തിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ക്രൂശീകരണം നടക്കാതെ പോയിരുന്നെങ്കിൽ നല്ലതല്ലേ എന്ന് ഇന്നത്തെ ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ പറയും. എന്നാൽ ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് നമുക്ക് അറിയാം. അതായത് ഏദൻ തോട്ടം മുതൽ ആദം പാപം ചെയ്ത് ദൈവിക തേജസ് നഷ്ടപ്പെട്ടു പോയ കാലം മുതൽ ഇനി വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, ആ വെള്ള സിംഹാസനത്തിലെ ന്യായവിധി, അത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പോകുന്നതാണ്. നമ്മൾ ഇവിടുന്ന് പോയതിനു ശേഷം ട്രിബുലേഷൻ പീരീഡ് ഉണ്ടാവും 7 വർഷത്തെ. അതിനുശേഷം കർത്താവ് രാജാതിരാജാവായിട്ട് ലോകത്തിലേക്ക് വരും. തേജസ്സിന്റെ സിംഹാസനം ഇവിടെ വിരിക്കും. അതിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ, പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അവര് 1000 ആണ്ട് കർത്താവിനോടൊപ്പം വാഴും. ആ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വരാൻ പോകുന്ന സിംഹാസനം, ആ വെള്ള സിംഹാസനം, ഈ ഏദൻ തോട്ടം മുതൽ വെള്ള സിംഹാസനം വരെയുള്ള ആ കാലഘട്ടത്തിൽ കൂടി കടന്നുപോയ സകല മനുഷ്യരും, അതിൽ ആരെങ്കിലും ബാക്കി നിൽപ്പുണ്ടോ? ഒരുത്തരു പോലുമില്ല. സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരം നടക്കുന്നത് ഈ കാൽവറി ക്രൂശിലാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ആ കാൽവറിയിലൂടെ ഒഴുകിയ ആ തങ്ക നീണം, അതിൽ കൂടെയാണ് ഈ ലോകത്തിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നത്. അത് സാത്താൻ അപ്ഫ്രണ്ട് അറിയാമായിരുന്നുവെങ്കിൽ അവൻ ആ ക്രൂശീകരണം നടക്കുവാൻ അനുവദിക്കത്തില്ലായിരുന്നു. ഇതിനെല്ലാം നിഴലായിട്ടും അത് നടക്കുന്നതിന് മുൻപായിട്ട് പല കാര്യങ്ങൾ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ആക്ച്വലി പാപ പരിഹാരം നടക്കുന്നത് കർത്താവിന്റെ ആ കാൽവറി യാഗത്തിലാണ്, ആ പ്രായശ്ചിത്ത യാഗത്തിലാണ്. അത് നടക്കാതെ പോയേനെ എന്ന് പറയുക. അത് നടന്നിരുന്നില്ല എങ്കിൽ നാം എല്ലാവരും ഒരു സമയമാകുമ്പോൾ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ നാം നിത്യ നരകത്തിലേക്ക് പോകും. മരിച്ചു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് ആ വെള്ള സിംഹാസനത്തിലെ ന്യായവിധി വരെ നാം യാതനാ സ്ഥലത്തേക്ക് പോകും, ടോർമെന്റ് പ്ലേസ്. അവിടെ ആയിരിക്കും. അവിടെ നിന്ന് നമ്മളെ വെള്ള സിംഹാസനത്തിൽ കൊണ്ടുവരും. നമ്മുടെ കുഴപ്പം എന്താണെന്ന് വായിച്ച് കേൾപ്പിക്കും, നമ്മളെ മനസ്സിലാക്കി തരും. അതിനുശേഷം നിത്യ നരകാഗ്നിയിലേക്ക് തള്ളും. എത്ര പേർക്ക് അവിടുന്ന് രക്ഷിക്കപ്പെടാൻ പറ്റും? 0. ഒരു മനുഷ്യനും രക്ഷയില്ല. കാര്യം കാൽവറി ക്രൂശ് നടക്കാതെ പോയി. എത്ര വലിയൊരു സംഗതി ആയി തീർന്നതിനെ ഒന്നറിയാമോ? ക്രൂശ് നടക്കാതെ പോയിരുന്നുവെങ്കിൽ
അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നില്ല, തന്നെയല്ല ആരെയും അറിയിച്ചിരുന്നില്ല, എല്ലാവർക്കും മറച്ചിരുന്നു. ദൈവം അത് അറിഞ്ഞുകൊണ്ട് മറച്ചിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്ക ഇല്ലായിരുന്നു എന്ന് ഉള്ള ജ്ഞാനം, ആ ഒരു വലിയ സത്യം അവിടെ റിവീൽ ആകുക. 1-ാം അധ്യായത്തിലെ പ്രോബ്ലത്തെയാണ് 2-ാം അധ്യായത്തിൽ കൂടിയും പൗലോസ് കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്നത്. അവിടെ അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നുവെങ്കിലും അതേ വിഷയം തന്നെയാണ് പറഞ്ഞു വരുന്നത്. അത് പറഞ്ഞ് 3-ാമത്തെ അധ്യായത്തിലേക്ക് കയറുക. ഇന്ന് നമ്മൾ 3-ാമത്തെ അധ്യായമാണ് ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് ആത്മീക പക്വത, സ്പിരിച്വൽ മെച്യൂരിറ്റി. പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെട്ട ദൈവിക പദ്ധതിയുടെ പണി അതെന്താണ്, ആ ദൈവിക പദ്ധതി അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ജനത്തെ ക്രിസ്തീയ ന്യായാസനത്തിനായിട്ട് ഒരുക്കുക. അതായത് നാം എല്ലാവരും യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടുന്ന ഒരു ദിനമുണ്ട്. ഈ ലോകത്തിൽ ജനിച്ചു മരിച്ചു പോയ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ ഒരു ദിനം നിൽക്കേണ്ടതായിട്ട് വരും. നിത്യതയിലെ പ്രതിഫലങ്ങൾക്കായിട്ട് നമ്മളെ ഒരുക്കുക. ഈ അധ്യായത്തിലെ വിഷയം രക്ഷയല്ല, മറിച്ച് റിവാർഡാണ്, നമ്മുടെ പ്രതിഫലങ്ങളാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് ഇവിടെ ഗ്രൂപ്പിസമാണ് നടക്കുന്നത്. അതിനെ തന്നെ അഡ്രസ്സ് ചെയ്ത് വരുന്നത്. അത് പറഞ്ഞു വരികയാണ്. അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ ക്രിസ്തുവിന്റെ വേലക്കാർ അല്ലെങ്കിൽ ഈ ദൈവസഭയുടെ പണിക്കായിട്ട് അധ്വാനിക്കുന്ന നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിലേക്ക് കടക്കുക. ഈ അധ്യായം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ചോദ്യങ്ങളിൽ കൂടി ഇതിനെ സമ്മറൈസ് ചെയ്യാൻ കഴിയും. ചോദ്യം ഇതാ: ആർ യു ഗ്രോവിങ്? നിങ്ങൾ ശരിക്കും ആത്മീകമായി പക്വത, വളർച്ച പ്രാപിക്കുന്നുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ആർ യു റിയലി ഗ്രോവിങ്? രണ്ടാമതായിട്ട്, വാട്ട് ആർ യു ബിൽഡിങ്? നിങ്ങൾ എന്താണ് പണിതുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ അധ്വാനം? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അധ്വാനിക്കുന്നത്? നിങ്ങളുടെ ആത്മീക ശുശ്രൂഷകൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ യു ബിൽഡിങ് ഔട്ട് ഓഫ് ദാറ്റ്? എന്താണ് നിങ്ങൾ പണിയുന്നത്? മൂന്നാമതായിട്ട്, ഹൗ വിൽ യുവർ വർക്ക് സ്റ്റാൻഡ് ഇൻ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ നിങ്ങളുടെ പണി നിലനിൽക്കുമോ? ഈ 3 വിഷയങ്ങളാണ് ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത്, ഈ അധ്യായത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആ ചോദ്യം, ആർ യു ഗ്രോവിങ്? നിങ്ങൾ ആത്മീകമായി വളർച്ച പ്രാപിക്കുന്നുണ്ടോ? വാട്ട് ആർ യു ബിൽഡിങ്? എന്താണ് നിങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നത്? 3, ഹൗ വിൽ യുവർ വർക്ക് സ്റ്റാൻഡ് ഇൻ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭയിൽ നിങ്ങളുടെ പണി നിലനിൽക്കുമോ? ഇവിടുത്തെ പ്രധാന വിഷയം സർവീസ് അല്ല, സാൽവേഷൻ അല്ല, സർവീസ് ആണ്. അതായത് കർത്താവിന് വേണ്ടി അധ്വാനിക്കുക, കർത്താവിന് വേണ്ടി വേലയെടുക്കുക, പണി ചെയ്യുക, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക, സർവീസ്, ശുശ്രൂഷിക്കുക. സാൽവേഷൻ എന്ന് പറയുന്നൊരു വിഷയമല്ല ഈ അധ്യായത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ആ വിഷയം അധ്യായം ഒന്ന് വായിച്ച് നമുക്കിതിലേക്ക് വരാം. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പല്ലോസ് ആർ, പൗലോസ് ആർ, തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. ഞാൻ ഇവിടെ നിർത്തുക. ഇവിടം വരെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 1-ാമത്തെ വാക്യം പറയാണ്: എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഒന്നാമത്തെ വാക്യത്തിൽ പോൾ സംസാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടാണ്. നമ്മൾ ഈ വായിച്ചു കേട്ടത്, എന്നാൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞു തുടങ്ങുക. ഇത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടും ദൈവസഭയുമാണ് അഡ്രസ്സ് ചെയ്ത് തനി കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. എന്നാൽ സഹോദരന്മാരെ, ക്രിസ്തുവിൽ നിങ്ങൾ ശിശുക്കളായിരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമൊക്കെ 2-ാമത്തെ വാക്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ്.
എന്നാൽ സഹോദരന്മാരെ, ഭക്തന്മാരെ, വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം കണ്ടോ? അവിടെ പറയുന്നത് കണ്ടോ? 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം അവിടെ പറയുന്നത് കണ്ടോ? ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. അവർ ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. അവർ ക്രിസ്തുവേശുവിലാണ് വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്, ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത് കണ്ടില്ലേ? എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടോ ആക്ച്വലി അവരുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത്. 3-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, അതായത് ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുക. അതായത് നിങ്ങൾ ജഡീകന്മാരാണ്, ആത്മീകമായിട്ട് നിങ്ങൾ ശിശുക്കളാണ്, പക്ഷേ രക്ഷിക്കപ്പെട്ടവരാണ്. വളരെ സ്ട്രേഞ്ചാ. ഇതിനെ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ജനത്തിന് ഇത് ഉൾക്കൊള്ളുവാൻ വലിയ പ്രയാസമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷെ ആത്മീകന്മാരല്ല. ഇവരിപ്പോഴും ആത്മീക പക്വത പ്രാപിച്ചിട്ടില്ല. മിക്കവാറും ജഡീകന്മാരായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇവരായിരിക്കുന്നത്. ആത്മീകമായിട്ട് ശിശുക്കളായിരിക്കുക. പല കാര്യങ്ങളും ഇവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഇന്ന് ജഡീകന്മാരും ആത്മീക ശിശുക്കളുമായിരിക്കുന്നു എന്ന് പറയുക. അവരും ദൈവസഭയുടെ ഭാഗമാണോ? ഇങ്ങനെയുള്ള ആൾക്കാർ ജഡീകന്മാരായിരിക്കുന്നവരും ആത്മീകമായിട്ട് ശിശുക്കൾ എന്ന് പറഞ്ഞാൽ പാൽ കുടിക്കുന്നവരാ. അവരുമൊക്കെ സഭയുടെ ഭാഗമാണോ? ഇവരെയൊക്കെ വിശുദ്ധന്മാരെ എന്ന് വിളിക്കാൻ കഴിയുമോ? സഹോദരന്മാരെ എന്നൊക്കെ വിളിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും അവർ ദൈവസഭയുടെ ഭാഗമാണ്. കാര്യം അവർ ഈ ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പൊസിഷണലി ദേ ആർ ഇൻ ക്രൈസ്റ്റ്, ബട്ട് സ്പിരിച്വലി ദേ ആർ നോട്ട് മെച്യൂർഡ്. അവര് ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും പ്രകാരം കർത്താവിലായിരിക്കുന്നവരാണ്. കാര്യം അത് അവരുടെ പ്രവൃത്തി കൊണ്ടോ അവരുടെ അധ്വാനം കൊണ്ടോ അവരുടെ വിശുദ്ധി കണ്ടുകൊണ്ടോ അല്ല അവർക്ക് അത് ലഭിച്ചിരിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ വന്ന ആഴമായ വിശ്വാസത്താലാണ് അവര് ജഡീകന്മാരായിട്ട് ഇപ്പോഴും തുടരുന്നു. ആത്മീകമായിട്ട് ഒട്ടും പക്വത പ്രാപിച്ചിട്ടില്ല. എന്നിരുന്നാലും വിശുദ്ധന്മാരാണ്, ദൈവസഭയുടെ ഭാഗമായിരിക്കുക. മനസ്സിലായോ? പലരും പറയാറുണ്ട്, പല ഉപദേശമാരൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവരങ്ങനെ വിശുദ്ധന്മാരൊന്നും ആയിട്ടല്ല, പിന്നെ പ്രതിപക്ഷ ബഹുമാനത്തോട് വേണ്ടേ സംസാരിക്കാൻ. അവരോട് ലേഖനം എഴുതുമ്പോഴത്തേനെ കൊരിന്തിലെ കൊള്ളക്കാരെ എന്നൊക്കെ പറഞ്ഞിട്ട് ലേഖനം എഴുതാൻ പറ്റുമോ? അതുകൊണ്ട് കൊരിന്തിലെ വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്നൊക്കെ ചിലർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനല്ല. അവർ വിശുദ്ധന്മാർ തന്നെയാണ്. അവർ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവരുടെ രക്ഷ സുനിശ്ചിതമാണ്. അവര് രക്ഷിക്കപ്പെട്ടവർ. അതുകൊണ്ട് തന്നെയാണ് അവരെ വിശുദ്ധന്മാരെ എന്ന് വിളിക്കാൻ കാരണം. ഇവിടെ ഞാൻ നിങ്ങളോട് ആത്മീകന്മാരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ അത്രേ. അതായത് നിങ്ങളോടൊരു കാര്യം ഇതിന്റെ ആഴമായ സത്യം പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. കാര്യം നിങ്ങൾ ഇപ്പോഴും ആത്മീയമായിട്ട് ശിശുക്കളായിരിക്കുന്നു. അടുത്ത വാക്യം, ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ഇവിടെ ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിച്ചപ്പോഴും കട്ടിയായ ആഹാരം കഴിക്കാൻ മാത്രം നിങ്ങൾ വളർച്ച പ്രാപിച്ചിരുന്നില്ല. കാര്യം നിങ്ങൾ പല സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഉപദേശം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൈക്കൊള്ളാൻ പാടാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഈ സുവിശേഷം പറയുമ്പോഴും നമുക്കറിയാം മറ്റുള്ളവർക്ക് ഇത് അംഗീകരിക്കാൻ പാടാണ്, അത് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഇന്നും നിങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തൊരു കട്ടിയായ ആഹാരം കഴിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ അവരോട് പറയുന്നത്. ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്. പാലെന്ന് പറയുമ്പോഴത്തേന് വളരെ സിമ്പിൾ ഗോസ്പൽ. കർത്താവ് നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. കർത്താവ് നമുക്ക് പകരമായിട്ട്, നമ്മൾ ആടിനെയും കാളകളെയും ഒക്കെ യാഗം കഴിക്കേണ്ടതിന് പകരമായിട്ട് കർത്താവ് സ്വന്തമായിട്ട് യാഗമായി തീർന്നു. ഇതിനു മുൻപായിട്ട് നമ്മുടെ പാപം മോചിക്കുവാനായിട്ട് പിതാവായ ദൈവം നമ്മളോടൊരു യാഗം കൊണ്ടുവരാൻ പറയുക. എന്നാൽ നമ്മുടെ പാപത്തിന് വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗം കഴിച്ചിരിക്കുക. അങ്ങനെ കർത്താവ് ഇവിടെ ഒരു പരമയാഗമായി തീർന്നിരിക്കുക. ആ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ ബേസിക് സത്യങ്ങളെ അവർക്ക് അറിയത്തുള്ളൂ. ഇത് പാലാണ്. ഇതിന്റെ ഒരു അല്പം കൂടെ കട്ടിയായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. പാലെന്ന് പറയുമ്പോഴത്തേന് ബേസിക് ട്രൂത്ത് ആണ്. ക്രൂശും കർത്താവിന്റെ രക്തവും ഒക്കെ. മീറ്റ്, അതായത് കട്ടിയായ ആഹാരം, മീറ്റ് ഒക്കെ കഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അല്പം കൂടെ കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഡീപ്പർ ഡോക്ട്രിൻ ആണ്. അത് ഗോഡ്സ് പർപ്പസ് എന്താണ്, ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് ദൈവം എന്താണ്, കർത്താവിനുള്ള പർപ്പസ് എന്താണ്, നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, എങ്ങനെയാണ് നമ്മുടെ നീതീകരണം നടക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ വിശുദ്ധീകരണം, എന്താണ് റാപ്ചർ, എവിടാണ് നമ്മൾ ആയിരിക്കാൻ പോകുന്നത്, തേജസ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്,
ഒത്തിരിയും കാര്യങ്ങൾ, ആ ഗ്ലോറി ഓഫ് ദ ക്രോസ്, ആ കർത്താവിന്റെ രക്തത്തിന്റെ മഹിമ, ഈ വിഷയങ്ങളൊക്കെ ഡീപ്പറായിട്ട് പഠിക്കുവാനോ അത് ഗ്രഹിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾക്ക് ഞാൻ വെറും പാല് മാത്രമാണ് തന്നത്, അതിൽ നിങ്ങൾ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുന്നു എന്ന് പോൾ അവരെ കുറിച്ച് പറയുക. ഞാൻ ഈ സുവിശേഷം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ അനേകർ എന്നോട് പറഞ്ഞു, ബ്രദർ താങ്കൾ പറയുന്നത് ശരിയാണ്, പക്ഷെ ഒരല്പം കട്ടി കൂടി പോകുന്നു, ജനത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതിനെ ഇച്ചിരൂടെ ഒന്ന് ലൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ലൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ ലൈറ്റായിട്ട് കുടിച്ചോണ്ടിരിക്കും, കാര്യങ്ങൾ ഒരു കാലത്തും മനസ്സിലാകത്തില്ല. 10 വർഷം കുടിച്ചാലും പാല് കുടിച്ചോണ്ടിരിക്കും, അതിന്റെ അപ്പുറത്ത് അടുത്തൊരു ലെവലിലോട്ട് പോകത്തില്ല. ഇതെനിക്ക് ആദ്യത്തെ ആ സീരീസ് ഓഫ് വീഡിയോസ് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി, ഈ പാൽ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ പാല് കുടിച്ചിരിക്കത്തേ ഉള്ളൂ, ഇതിന്റെ അപ്പുറത്തോട്ട് കയറത്തില്ല. അപ്പോഴാണ് ഞാൻ ഒരു ഇച്ചിരി കുറുക്ക് അതിനകത്ത് കലർത്തി തുടങ്ങിയത്. അന്നേരം മുതൽ പ്രശ്നം ആരംഭിച്ച്, ദഹനക്കേടായി, ഇത് ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ചിലരൊക്കെ വിട്ടേച്ചു പോയി കഴിച്ചിട്ട് വലിയ പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞിട്ട് മാറാൻ തുടങ്ങി. നമ്മൾ ഈ മിൽക്ക് മാത്രം കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാലുള്ളൊരു പ്രോബ്ലം ഇല്ല. അന്ന് പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതൊന്നും മനസ്സിലാകാനുള്ള പക്വതയില്ലായിരുന്നു. പോൾ ഏകദേശം 18 മാസം അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അന്നും പാല കൊടുത്തെന്ന് പോൾ തന്നെ പറയുക, ഞാനല്ല, ഭക്ഷണമല്ല, പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത് രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അവിടെ സുവിശേഷീകരണമായിട്ട് വന്നപ്പോൾ. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, തരാൻ പറ്റാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് അത് ദഹിക്കത്തില്ലായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ, നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ തുടരുക എന്ന് പറയുക. 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഇവിടെ നിങ്ങൾ ജഡീകന്മാരായിട്ട് ക്രിസ്തുവിലുള്ള സ്വർഗീയ പദവിക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ പോയിരിക്കുക. നിങ്ങളെ വിളിച്ചിരിക്കുന്ന നിങ്ങളുടെ പദവി എത്രയോ അതിമഹത്തായ പദവിയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ ഇപ്പൊ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി, 3-4 ഗ്രൂപ്പുകളൊക്കെ ആയി, അടിയും വഴക്കും ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ ലോകത്തിൽ ഇവിടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ മാഹാത്മ്യം മനസ്സിലാക്കാതെ ആ ഒരു നിലയിൽ പോയിക്കൊണ്ടിരിക്കുക. കൃപയാലുള്ള ജീവിതം എന്ന് പറയുന്ന ഡിവിഷനും പാർട്ടി സ്പിരിറ്റും അല്ല, ആത്മീക ഐക്യത ഉളവാക്കുന്നതായിരിക്കണം. സഭ 2-3 പീസായിട്ട് മുറിച്ചു മാറ്റുന്നതോ 3-4 ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നതിനോ അല്ല കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗ്രൂപ്പിന്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏത് ഗ്രൂപ്പിനാ പ്രസക്തി? ആരുടെ പേരിലാണ് ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത്? പോളിന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുക. നിങ്ങൾ ജഡീകന്മാര്, വെറും ജഡീകന്മാര്. ഇവിടെ കണ്ടു, ഇവിടെ ചത്തു, ഇവിടെ കുഴിച്ചിട്ടു, ഇവിടുന്ന് നരകത്തിൽ പോകുന്ന ജഡീകന്മാർ. അതിൻ്റെ അപ്പുറത്തൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണ് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പോൾ അവരോട് ചോദിക്കുക. 4, ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറും സാധാരണക്കാരായ മനുഷ്യരല്ലയോ എന്ന് ചോദിക്കുക. നിങ്ങളിൽ എന്ത് പ്രത്യേകത? അപ്പല്ലോസ് ആർ, പൗലോസ് ആർ. തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഞങ്ങൾ വെറും ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. ശരിക്കും ആത്മീക പക്വത പ്രാപിച്ച് ഫോക്കസ് ചെയ്യേണ്ടത് കർത്താവ് പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെടുത്തിയ മർമ്മമായിരുന്ന സുവിശേഷത്തെയുമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിലൊന്നും യാതൊരു ഫോക്കസും ഇല്ല. പൗലോസും അപ്പല്ലോസും ഒക്കെ വെറും മെസ്സഞ്ചേഴ്സ്, വെറും ദൂതുവാഹികളാണ്. പോസ്റ്റ്മാൻ നിങ്ങൾക്ക് നല്ലൊരു ലെറ്റർ കൊണ്ടു തന്നു, മണി ഓർഡർ കൊണ്ടു തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ്മാനെ പൂവിട്ട് പൂജിക്കാറുണ്ടോ? പോസ്റ്റ്മാനെ നമ്മൾ ആരാധിക്കാറുണ്ടോ? നമുക്കൊരു ഉപകാരമായി ചെയ്തത്, നല്ല കാര്യം അദ്ദേഹം ചെയ്തെങ്കിലും അദ്ദേഹത്തെ നമ്മൾ ആരാധിക്കുന്ന ലെവലിലോട്ട് പോകരുത്. ഇവിടെ മിയർലി പോസ്റ്റ്മാന്റെ ജോലിയാണ് പോൾ ചെയ്തതെന്ന് പോൾ പറയുക. പൗലോസ് ആർ, അപ്പല്ലോസ് ആർ. ഞങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണ്, എന്തിന്റെ ബേസിസിലാണ് നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോം ചെയ്തേക്കുന്നതെന്ന് ചോദിക്കുക. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ലൂസ്ത്രയിൽ പൗലോസിന് ഇതുപോലൊരു അനുഭവം ഉണ്ടാകുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 14 കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 14 പോളും ശീലാസും കൂടെ ടർക്കിയിലെ ലൂസ്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ലിസ്ട്ര എന്ന് പറയും, അവിടെ അവർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യന് സൗഖ്യം ഉണ്ടാകുന്നുണ്ട്. അവൻ സൗഖ്യമായിട്ട് അവരുടെ ഇടയിൽ എഴുന്നേറ്റ് നിൽക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുന്ന കണ്ടപ്പോഴത്തേന് ജനം അവിടുന്ന് ഓടി വരിക, വന്നിട്ട് അവരോട് പറയുക, കണ്ടോ പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു അത്ഭവം. അവർ പറഞ്ഞ ദേവന്മാർ നമ്മുടെ ഇടയിൽ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ് പോളും ശീലാസും കൂടി ചെയ്തിരിക്കുന്നത് എന്ന് പറയുക.
പോളും ബർന്നബാസും. അതുകൊണ്ട് ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസിന് മുഖ്യ പ്രസംഗിയാൽ അവന് ബുധൻ എന്നും പേര് വിളിച്ചു. ഇവരെ ജൂപ്പിറ്റർ എന്നും മെർക്കുറി ഇതെല്ലാം അവരുടെ ദേവന്മാരാ. അവരുടെ ഇന്ദ്രനും ബുധനും ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ആരാധന കഴിക്കാൻ തുടങ്ങുക. ഇത് കണ്ടില്ലയോ, പട്ടണത്തിന് മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിൽ നിന്ന് കൊണ്ടുവന്ന് പുരുഷാരത്തോടു കൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ദൈവം ഇറങ്ങി വന്നേക്കുവാന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്. അവരോട് പറയാ, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമ സ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞു. പോൾ എത്ര എതിരാന്ന് നോക്കിയാൽ തന്നെ ആരാധിക്കുന്നതിനോ തനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിക്കുന്നതിനോ ഇതേ ഒരു സെയിം ഇൻസിഡന്റ് അവിടെ നടന്നത്. അവിടെ പോള് ഇറങ്ങി വന്നിട്ട് അവരുടെ ഇടയിലേക്ക് ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങള് നിങ്ങളെ പോലെ സമസ്വഭാവമുള്ള ആൾക്കാരാ. വസ്ത്രം വലിച്ചു കീറുക അത് യഹൂദന്റെ ഒരു കസ്റ്റമാണ്. അതായത് അവന്റെ യുക്തിക്കോ ദൈവിക നീതിക്കോ നിരക്കാത്ത രീതിയിൽ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവര് വസ്ത്രം വലിച്ചു കീറും. കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കാനായിട്ട് നിൽക്കുമ്പോൾ മഹാപുരോഹിതൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് കർത്താവ് പറയുമ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം വലിച്ചു കീറുന്ന കണ്ടു. ഇത് അവരുടെ ഒരു കസ്റ്റമാണ്. അതേ കാര്യം അപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അവർ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേന് അവരുടെ വസ്ത്രം വലിച്ചു കീറുക അത് അവരുടെ ആ ഒരു വലിയ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ അവരുടെ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് അവർ പറയുക, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുള്ള സാധാരണ മനുഷ്യരാ, ഞങ്ങളെ ആരാധിക്കരുത്, ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയുമില്ല, സമസ്വഭാവമുള്ളവർ എത്രയെന്ന് പറയുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഐ ഫോളോ ദിസ് പ്രീച്ചർ, ഐ ഫോളോ ദിസ് ഡിനോമിനേഷൻ, അല്ലെങ്കിൽ ഐ ഫോളോ ദിസ് മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ യു മസ്റ്റ് സ്റ്റോപ്പ് ദിസ്. സ്റ്റോപ്പ് ഗ്ലോറിഫൈയിങ് മാൻ. ഒരു മനുഷ്യനും ഒരു പ്രത്യേകതയുമില്ല. ഇന്ന് ഒരു മനുഷ്യന്റെ പേരിൽ ഒരു സഭ ആരംഭിക്കല്ല. ഒരു വ്യക്തിക്കും ഒരു പ്രത്യേകതയുമില്ല. ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനേക്കാൾ ഒരു പ്രത്യേകതയുള്ള ആളല്ല. അവരെ വിളിപ്പിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് തലയിൽ കൈവെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ നടക്കും. ഇങ്ങനൊന്നും ഒരു ഇമ്പോർട്ടൻസും നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ഉള്ള വേറെ ഒരുത്തരും ഇന്ന് ദൈവസഭയിലില്ല. നമ്മളെല്ലാവരും ഒരുപോലെ. അതുകൊണ്ട് ഒരുത്തരുടെയും പേരിലോ അല്ലെങ്കിൽ ഒരുത്തർക്കും യാതൊരു വിധത്തിലും ഒരു മഹിമ ഉണ്ടാകാൻ പാടില്ല എന്ന് പോൾ ഇവിടെ അരക്കിട്ട് ഉറപ്പിക്കുക. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ഫലം തരുന്നത് ദൈവമാണ്. ദൈവം അത്രേ വളരുമാറാക്കിയത്. ഇവിടെ എല്ലാം ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങൾ ചെയ്തത്. അടുത്ത വാക്യം, ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഇവിടെ മറ്റുള്ളവർക്ക് ഒരു റോളുമില്ല എന്ന് പറയുക. പോൾ സഭ സ്ഥാപിച്ചു, അപ്പല്ലോസ് അവിടെ ശുശ്രൂഷിച്ചു. വളർത്തിയത് കർത്താവാണ്. TGM-ന്റെ ശുശ്രൂഷ ഇതാ. ഈ സുവിശേഷമാണ് ഞങ്ങൾ ലോകത്തെ അറിയിക്കുന്നത്. ഇതില് അവകാശം പറയാനോ എന്തെങ്കിലും ക്രെഡിറ്റ് എടുക്കാനോ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇതിൽ ഒരു യോഗ്യതയുമില്ല. കർത്താവിന്റെ വയൽ, കർത്താവിന്റെ ഭവനം, അത് നമ്മൾ പണിയുന്നു, അതിൽ നമ്മൾ അധ്വാനിക്കുന്നു. മനുഷ്യൻ വെറും വേലക്കാരാ. വളരുമാറാക്കുന്ന ദൈവം, ഫലം തരുന്ന ദൈവം. അതുകൊണ്ട് സകല മഹത്വവും കർത്താവിനായിരിക്കണം എന്നൊരിക്കൽ കൂടി ഉറപ്പിക്കുക. അടുത്ത വാക്യത്തിൽ കണ്ടില്ലയോ, അടുത്ത വാക്യത്തിൽ പറയാം, നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഇത് ചുമ്മാതല്ല, നമുക്കിതിന് പ്രതിഫലമുള്ളതാണ്, ഇതിന് റിവാർഡ് ഉള്ളതാണ്, ഇതിന് കൂലിയുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പണിക്ക് നമുക്ക് കൂലി കിട്ടും എന്നുള്ളത് ഒഴിച്ച് നമ്മൾ കൂടുതൽ അധ്വാനിച്ച് ഓവർ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടും. അല്ലാതെ ഇതിന്റെ മഹത്വം കയറിയെടുക്കാൻ, ഇതിന്റെ ഓണർഷിപ്പ് എടുക്കാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. ഇവിടെ ജോലിക്കാരാണ് നമ്മൾ. ആ ജോലി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടും. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. 8-9 വാക്യം ഇതാ പറയുന്നത്. നടുന്നവനും നനയ്ക്കുന്നവനും വളമിട്ടവനും വെള്ളം കോരിയവനും കള പറിച്ചവനും കൊയ്തവനും കൊയ്ത്തിന് ആളിനെ വിളിച്ചവനും എല്ലാവർക്കും പ്രതിഫലമുണ്ട്. അവരവരുടെ പ്രവർത്തിക്കൊത്തവണ്ണം അവർക്ക് പ്രതിഫലം ലഭിക്കും. അടുത്ത വാക്യം, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഇതാണ് ഫീൽഡ്. കർത്താവിന്റെ ഭവനത്തിന്റെ പണിയാണ്. അത് നമ്മൾ ചേർന്ന് പണിയുന്നു. കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാൻ നമ്മളെ ആക്കി വെച്ചിരിക്കും. നമ്മൾ ചേർന്ന് അധ്വാനിക്കുന്നു. ഇടം ഫലം നോക്കാതെ നമ്മൾ അധ്വാനിക്കുന്നു. അതിന്റെ ഫലം തരുന്നത് ദൈവമാണ്. അതുകൊണ്ട് അധ്വാനിക്കുന്നത് നമുക്ക് ആർക്കും തന്നെ ഒരു പ്രത്യേകതയും ഇല്ല എന്ന്
അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എല്ലാവരും ഒരുപോലെ കർത്താവിൽ വിശുദ്ധന്മാരാണ്. അക്കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് നമുക്ക് എവിടെ പ്രതിഫലം കിട്ടും? ഈ വാക്യത്തിൽ കണ്ടില്ലേ, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണത്തിന് മുമ്പിൽ കണ്ടില്ലേ, നമുക്ക് പ്രതിഫലം കിട്ടും. അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടുമെന്ന് പറഞ്ഞ് നിർത്തിയില്ലേ 8ാമത്തെ വാക്യത്തിൽ? അവിടെ കൂലി എവിടാണ് കിട്ടുന്നത്, എന്ത് കൂലിയാണ് കിട്ടുന്നത് എന്ന് പറയുക. ആ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭ, അത് എന്താണെന്നും അത് എവിടാണെന്നും അതിന് പ്രതിഫലം എന്ത് ലഭിക്കുമെന്നും എന്നെല്ലാം പോൾ ഒന്ന് വിശദീകരിക്കേണ്ടതായിട്ട് വരിക. ഈ കാര്യം പറഞ്ഞു, കൂലി ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ, ഈ കൂലി എന്താണ്? ചുമ്മാ അത് പറയുന്നതാണോ? എന്താണെന്നൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോവുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്നത് കൂലിയെ കുറിച്ച്, പ്രതിഫലത്തെ കുറിച്ച്, രക്ഷയെ കുറിച്ചല്ല. സാൽവേഷൻ കിട്ടുമോ എന്നല്ല ഇവിടെ പറയുന്നത്, മറിച്ച് പ്രതിഫലം, റിവാർഡ് കിട്ടുമോ എന്ന്. നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. പൗലോസ് അപ്പോസ്തലൻ കൂട്ടുവേലക്കാരനാണ്, അപ്പല്ലോസ് കൂട്ടുവേലക്കാരനാണ്, എൽദോ വർഗീസ് കൂട്ടുവേലക്കാരനാണ്, തോമസ് ജോർജ് കൂട്ടുവേലക്കാരനാണ്. നമ്മളെല്ലാം കൂട്ടുവേലക്കാരാണ്. ഒരുത്തർക്കും ഒരു പ്രത്യേകതയുമില്ല. എല്ലാവരും വിശുദ്ധന്മാരും എല്ലാവരും സഹോദരന്മാരുമാണ്. വിശുദ്ധരാണ്, പരിശുദ്ധന്മാരല്ല. അത് ദൈവം മാത്രമാണ്, തെറ്റിദ്ധരിക്കല്ല. നമ്മുടെ ഇടയിൽ പരിശുദ്ധൻ എന്ന് പറയാൻ ഒരു മനുഷ്യനുമില്ല. നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. പരിശുദ്ധ ഇന്നാര് പരിശുദ്ധൻ, ഇന്നാര് പരിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ പലരെയും പരിശുദ്ധന്മാരായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അത് ദൈവദൂഷണം. ദൈവത്തിന് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു റോളാണ് പരിശുദ്ധൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാം വിശുദ്ധന്മാരാ, സെയിൻസ് ആണ്, പരിശുദ്ധനല്ല. പരിശുദ്ധന്മാരായിട്ട് നമ്മൾ ആരുമില്ല. നമ്മുടെ പാപം മോചിച്ച് നമ്മളെ വിശുദ്ധന്മാരാക്കി ദൈവം തീർത്തിരിക്കുക. 10ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് അനുസരിച്ച് ഞാൻ പ്രധാന ശില്പിയായിട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുക, അടിസ്ഥാനം ഇട്ടിരിക്കുക. പോളാണ് ഇതിന് അടിസ്ഥാനം ഇട്ടതെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ളവർക്ക് ഇതിൽ ഈ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഇതിന് മുൻപുള്ളവരാണ് 12 അപ്പോസ്തലന്മാര്. ഇതിന് വളരെ മുൻപ് നടന്നതാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അപ്പോസ്തല പ്രവൃത്തികൾ 2 ആ പെന്തക്കോസ്ത് പെരുന്നാൾ. അവിടെ കൂടി വന്നിരുന്ന ആൾക്കാര്, അല്ലെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലെ 12 അപ്പോസ്തലന്മാരും അവരോട് കൂടി ഉണ്ടായിരിക്കുന്ന ലിറ്റിൽ ഫ്ലോക്സ്. ഇവിടെ പൗലോസ് അപ്പോസ്തലനാണ് ഇതിന് അടിസ്ഥാനം ഇടുന്നത്. തനിക്കാണ് ഇത് മറഞ്ഞിരുന്ന മർമ്മമായിരുന്ന ഈ ഒരു വലിയ സത്യം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എങ്കിൽ പിന്നെ 12 റോൾ ഈ വിഷയത്തിൽ എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ഒരു റോളുമില്ല. നമ്മൾ ആത്മീക പക്വത പ്രാപിക്കാത്തവർക്ക് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അവർക്ക് ഇത് ഉൾക്കൊള്ളാനും കഴിയത്തില്ല. ഇവിടെ പോൾ പറയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ഗിവൺ അൺ ടു മീ ആസ് എ വൈസ് മാസ്റ്റർ ബിൽഡർ ഐ ഹാവ് ലേഡ് ദ ഫൗണ്ടേഷൻ. ഞാനാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണമാണ് ഞാൻ ആ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത് എന്ന് പറയുക. അതിന്റെ മേൽ വേണം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭ പണിയുവാൻ. അതിന് വേറൊരു അടിസ്ഥാനം പാടില്ല. കർത്താവായ യേശു ക്രിസ്തുവാണ് അതിന്റെ അടിസ്ഥാനം. ഇത് എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വിളിയും ദൈവിക മർമ്മമായിരുന്ന ഒരു സത്യമാണ്. ഞാൻ ഈ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി ഒന്ന് വായിച്ചു വിടാം. നമ്മളെ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരും ചിലപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് വായിച്ചു വിടാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ. അത് നിമിത്തം പൗലോസ് എന്ന് ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ഞാൻ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുക. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ജാതികളും ദൈവത്തിന്റെ കരുണയ്ക്ക് യാതൊരു ചാൻസും ഇല്ലാതെ തള്ളപ്പെട്ട് കിടന്നിരുന്നതായ അക്കാലത്ത് നിങ്ങൾ ക്രിസ്തു യേശുവിനെ കൂടാതെ ഉള്ളവരായി, ഇതിന്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായി കിടന്നിരുന്ന, ദൈവമില്ലാത്തവരായി കിടന്നിരുന്ന നിങ്ങൾക്കായിട്ട് എനിക്ക് ലഭിച്ച ദൈവകൃപ, എന്റെ മേലെ ദൈവം പകർന്ന ആ ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ട ഒരു ദൈവിക സഭ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട ആ ഒരു രക്ഷിത ഗണത്തിന്റെ കൂട്ടത്തെയാണ് ഈ സഭ എന്ന് പറയുന്നത്. അതിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എന്ന് പറയുക. അതിലെ 1ാമത്തെ മെമ്പർ ഞാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുക. അതിന്റെ 1ാമത്തെ മെമ്പറാണ് പോൾ. പോളിന് മുമ്പുള്ളവര് ആ ഒരു ദൈവസഭയുടെ ഭാഗമല്ല. അവരായിരിക്കുന്നത് യഹൂദിയ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ, മണവാട്ടി ഒന്നേ ഉള്ളൂ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഈ സഭ എന്ന് പറയുന്നതിന്റെ അർത്ഥം വിശ്വാസികൾ, വിശുദ്ധന്മാരുടെ കൂട്ടം എന്നാണ്.
അത് ഒരു കൂട്ടം മാത്രമല്ല, പഴയ നിയമസഭയുണ്ട്, മോശയുടെ കാലത്തെ സഭയുണ്ട്. മനസ്സിലായോ? ഇവിടെ നമ്മൾ യോവേൽ പ്രവചനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, സിയോനിൽ ഒരു കാഹളം ഊതുവീൻ, സഭയെ വിളിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, സഭയെ ശുദ്ധീകരിപ്പീൻ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതൊക്കെ കർത്താവ് ഉലകത്തിൽ വരുന്നതിനും കാൽവറി ക്രൂശിലെ യാഗം നടക്കുന്നതിനും 500 വർഷം മുൻപ് നടന്ന കാര്യങ്ങളാണ്. ആ സഭയല്ല ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭ. ഇത് നിങ്ങൾക്കായിട്ട് എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു സ്വർഗീയ മർമ്മമായി സഭ. അതാണ് ഞാൻ 1-2 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, 3-ാം അധ്യായത്തിൽ പറയുക. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ, മനസ്സിലായോ? ഹൗ ദാറ്റ് ബൈ റെവലേഷൻ ഹി മെയ്ഡ് നോൺ അൺടു മീ ദ മിസ്റ്ററി. ഈ മർമ്മം എനിക്ക് ദൈവിക വെളിപ്പാടിനാൽ വെളിപ്പെട്ട് വന്നിരിക്കുക, അത് അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അടുത്ത വാക്യം, നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. നിങ്ങൾക്കത് വായിക്കുമ്പോൾ അറിയാം ഞാൻ ഏത് ലെവലിൽ ഈ ഒരു മർമ്മം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളത്. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ആ മറഞ്ഞിരുന്ന മർമ്മത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും എനിക്ക് ലഭിച്ചതുപോലെ തന്നെ അവർക്കും ആ കൃപ കൊടുത്തു. അവർ ആ മർമ്മം വെളിപ്പെടുത്തുകയും അവരിൽ കൂടി ദൈവസഭയ്ക്ക് അത് വെളിപ്പെട്ട് ലഭിക്കുകയും ചെയ്യുകയാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും യെരുശലേമിൽ ഇരിക്കുന്ന 12 അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെയും കാര്യമല്ല ഈ പറയുന്നത്. ഇവിടെ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ നിയമിച്ചു. ആ നിയമിച്ചതിലെ 1-2 ശുശ്രൂഷയാണ് ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അല്ലാതെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരോ പഴയ നിയമ ഉപദേശമായിരിക്കുന്ന ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറയുന്ന കിങ്ഡം ഗോസ്പലിലെ 12 ശിഷ്യൻ അപ്പോസ്തലന്മാരുടെ കാര്യവും അല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ അടുത്ത വാക്ക് കണ്ടോ, ആത്മാവിനാൽ കർത്താവ് കൂടെ നടന്ന് പഠിപ്പിച്ചെടുത്ത ശിഷ്യന്മാരല്ല, ഇത് പരിശുദ്ധ ആത്മാവിനാൽ ഇപ്പോൾ അത് വെളിപ്പെട്ട് വന്നിരിക്കുന്നവരാ. ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടു. ഇതുകൊണ്ട് 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്ന് പറയാൻ കാര്യം ഇതാ. ഇവര് ത്രൂ ആയിട്ടാണ് ഇത് ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. അതാണ് ഈ 13 ലേഖനത്തിൽ എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. ഇവരാണ് അന്യഭാഷയിൽ സംസാരിച്ചിരുന്നത്. ഇവർ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ സഭയിലുണ്ടായിരുന്നവരെല്ലാവരും സംസാരിച്ചിരുന്നു. കാര്യം അത് ദൈവവുമായിട്ട് ഇത് വെളിപ്പെടുത്തി തരുമ്പോൾ ഈ വെളിപ്പാട് ലഭിച്ചിരുന്നതും ദൈവത്തോട് സംസാരിച്ചിരുന്നതുമായ ഭാഷയാണ്. എന്നാൽ അതിന്റെ കാലം കഴിഞ്ഞപ്പോൾ, അത് പൂർണ്ണമായിട്ട് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി, അത് നീങ്ങിപ്പോകും. ഈ പ്രവചന ശുശ്രൂഷ നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. ഈ പ്രവാചകന്മാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അത് ദൈവസഭയ്ക്ക് അനുഗ്രഹത്തിനും ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാനുമായിരുന്നു. അത് കഴിഞ്ഞു, അതോടെ അത് നിന്നുപോയി. അടുത്ത വാക്യം, വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇതിനു മുൻപ് മനുഷ്യൻ ഇത് അറിയത്തില്ലായിരുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുക. പോളിനും സഭയിലാക്കി വെച്ചിരുന്ന അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഇത് വെളിപ്പെടുന്നതിന് മുൻപ്, അതോ ജാതികൾ, മനസ്സിലാകുന്നുണ്ടോ, ജാതികളായിരിക്കുന്ന നിങ്ങൾ സുവിശേഷത്താൽ, എന്താ സുവിശേഷം? കർത്താവിന്റെ അപ്രായച്ചിത്ത യാഗത്തിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വലിയ ആ യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശം, ജോയിന്റ് ഹെയർസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സ്വർഗത്തിൽ നാം അടക്കി വാഴാൻ പോവുക. കർത്താവിനെ പോലെ ആ അധികാരങ്ങളോട് ദൂതന്മാരെ വാഴുന്ന ലെവലിൽ ദൈവം നമ്മളെ ഓരോരോ പദവിയിലും പൊസിഷനുകളും ആക്കാൻ പോവുക. നിത്യം സ്വർഗത്തിൽ വാഴാൻ പോവുക. ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. കർത്താവ് എന്നെ അതിന്റെ ശുശ്രൂഷകനാക്കി വെച്ചിരിക്കുക. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളായ നിങ്ങളോട് ക്രിസ്തുവിന്റെ ഈ അപ്രമേയ ധനം, മനസ്സിലായോ, അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്, ഈ സ്വർഗീയ ധനം നിങ്ങളെ അറിയിക്കുവാൻ പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദി കാലം മുതൽ, എന്നു മുതല ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന കാലത്തിന് മുൻപ് ആ അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന ആ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. എന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ കൃപയുണ്ടല്ലോ, അത് അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന ഒരു സ്വർഗീയ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ ദൈവം എനിക്ക്
വെളിപ്പെടുത്തിയിരിക്കുന്നു പറയുക. ആ വെളിപ്പെടുത്തിയ സത്യം സ്വർഗത്തിലുള്ള ഒരു ദൂതന്മാർക്കും അറിയത്തില്ലായിരുന്നു, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ഈ ജ്ഞാനം, ഈ ബഹുവിധമായ ജ്ഞാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം, കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച ആ പ്രായശ്ചിത്ത യാഗം അത് അനാദിയിലെ നിർണയിച്ചിരുന്നത്. ആ നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ഇന്ന് ഈ സഭ മുഖാന്തരം സാത്താന്യ ശക്തികൾക്കും മറ്റുള്ള അതുപോലുള്ള ദൂതന്മാർക്കും ഒക്കെ ഇന്ന് സഭയെ കാണുമ്പോൾ ആ വിഷയം അറിയായി വരുന്നു എന്ന് പറയുക. ഞാൻ എന്തിനായി ഇത്രയും വായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൽ പോൾ ഇവിടെ പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അങ്ങനെ പോൾ അടിസ്ഥാനമിട്ട ദൈവസഭയാ ബോഡി ഓഫ് ക്രൈസ്റ്റ്. മറ്റൊരുത്തൻ മീതെ പണിയുന്നു എങ്കിൽ താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഞാൻ ഇതിന് അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്, ഇതില് വേറൊരാൾ പണിയുന്നുവെങ്കിൽ യെസ് നിങ്ങൾക്ക് നോക്കിക്കൊള്ളാം. എന്നാൽ റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് പോലെ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ച് വേണം നിങ്ങൾ ഇത് പണിയുവാൻ. നിങ്ങളെ ഉറപ്പിക്കേണ്ടുന്നത് എന്താ പറയുന്നത്, മർമ്മത്തിന്റെ വെളിപ്പാട്, ആ വെളിപ്പെട്ട് കിട്ടിയ മറഞ്ഞിരുന്ന മർമ്മം എങ്ങനെ വെളിപ്പെട്ടോ അതിനനുസരിച്ച് പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. യേശു ക്രിസ്തുവിനെ അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങളെ വിശ്വാസത്തിൽ അങ്ങനെ ഉറപ്പിക്കണം. ഓരോരുത്തരും എങ്ങനെ പണിയുന്നു എന്ന് നോക്കിക്കൊള്ളട്ടെ. ഞാൻ ഇതിന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുകയാണ്, ഇതിന്റെ മേലെ നിങ്ങൾക്ക് പണിയാം. ഈ ചർച്ച് എങ്ങനെ പണിയണം, ഇതിന്റെ പണി എങ്ങനെ നടക്കണം എന്നുള്ളതിന്റെ പ്ലാൻ, അതിന്റെ ബ്ലൂ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് പോളിന്റെ അല്ല. എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. കാര്യങ്ങളെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാത്തവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അവർ പറയും ഇത് പത്രോസിന്റെ ലാ കൊടുത്തേക്കുന്നത്, പന്തിരുവരാണ് ഇതിന് അടിസ്ഥാനം ഇട്ടത്, നമ്മൾ അപ്പോസ്തോലിക സഭയാണെന്നൊക്കെ പറയും. എന്നാൽ ഈ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായിട്ട് കർത്താവ് ഇതിന് അടിസ്ഥാനം ഇട്ടിരിക്കുക, പോൾ ഇതിന് അടിസ്ഥാനം ഇട്ടിരിക്കുക. അതിന്റെ ബ്ലൂ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് പോളിന്റെ അല്ല. ഇന്നത്തെ മേശരിമാർക്കൊക്കെ അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. ആ ബ്ലൂ പ്രിന്റ് ഒക്കെ കാറ്റത്ത് പോയി, ആർക്കും ഇന്ന് അറിയത്തില്ല. ആ ഒരു പ്ലാൻ കൊടുത്തിട്ട് ഇന്നതുപോലാണ് ഈ ബിൽഡിംഗ് പണിയേണ്ടുന്നത് എന്ന് പറഞ്ഞൊരു ബ്ലൂ പ്രിന്റ് ഒക്കെ കൊടുത്തതാ. അത് പോളിന്റെ അല്ല കൊടുത്തത്. എന്നാൽ ഇന്ന് ഒത്തിരി മേശരിമാര് പണിയുന്നുണ്ട്, പക്ഷെ അവരുടെ ഒന്നും ഈ ബ്ലൂ പ്രിന്റും ഇല്ല. അവര് വേറെ പ്രിന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ. അതിന്റെ പ്ലാൻ ഒക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ട് അവരിതിനെ അതിന്റെ ഒരു 2Dയും 3Dയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അവർക്ക് കൊള്ളാവുന്ന രീതിയിലൊക്കെ അവരൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പ്രകാരമാണ് ഇന്ന് പണി നടക്കുന്നത്. ഇവിടെ ആക്ച്വലി ഇതിന്റെ പണി ചെയ്യേണ്ടത് പോളിനെ ഏൽപ്പിച്ച പ്രകാരമാണ്. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ വേറെ ഒരു അടിസ്ഥാനത്തിന്മേലും ഒരു ചർച്ചും പണിയാൻ പാടില്ല. കാര്യം ഇതിന്റെ ബേസ് ക്രിസ്തുവാ, പോൾ അല്ല. ഇതിന്റെ അടിസ്ഥാനം ക്രിസ്തുവാ. ശ്രദ്ധിച്ച് കാണണേ. നമ്മളെ ആക്ഷേപിക്കുന്നവരൊക്കെ പറയാറുണ്ട് അവർ പോളിനെ ആരാധിക്കുന്നു, പോളാണ് അവരുടെ ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു പൊടി പോലും സംശയമെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ പോളിനെ ആരാധിക്കുന്നവരാണ്? പോൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ തോളെ കൈയിടാൻ നിൽക്കുക, അതുപോലെ ഉള്ളൂ. എന്നെ പോലെ അടുത്തൊരാളെന്നുള്ളതേ ഉള്ളൂ പോൾ. ഒരു പ്രത്യേകതയുള്ള ആളല്ല. ഇപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചു വന്ന പോളിന് എന്തോ പ്രത്യേകത ഉണ്ടെന്നാ? ഒരു പ്രത്യേകതയുമില്ല. എന്നെക്കാട്ടിൽ ഒരു പ്രത്യേകതയും അദ്ദേഹത്തിന് ഇല്ല. ഈ കാലഘട്ടത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിന് ഒരു പ്രത്യേകതയുമില്ല. നമ്മൾ പോളിനെ ആരാധിക്കുന്നവരല്ല. ഒരു ശകലം പോലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രിഫറൻസിനോട് നമുക്ക് താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ സഹോദരനാണ്. ആ സഹോദര ശുശ്രൂഷയിലാണ് നമ്മളായിരിക്കുന്നത്. പോൾ തുടങ്ങി വെച്ച ശുശ്രൂഷ ഇതിന് അടിസ്ഥാനമിട്ട മേശരി പുള്ളിയാണ്. അതിന് മേലെ പണിയുന്ന മേശരിമാരാണ് നമ്മളത് പണിതുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സത്യത്തിൽ നിന്നും യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയത്തില്ല. ഇവിടെ ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഇവിടെ ഈ അടിസ്ഥാനത്തിന്മേലെ പണി എങ്ങനെ ആയിരിക്കണം എന്ന് കാണിക്കുക. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലേക്ക് പോകാനുള്ളവരാണ് നാം എല്ലാവരും. മരിച്ചുയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ വരവെങ്കിൽ ചേർക്കപ്പെട്ട് നമ്മൾ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പണി എങ്ങനെ ആയിരിക്കും എന്ന് ശോധന ചെയ്യും. ഇത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ നമ്മൾ നിൽക്കാൻ പോവുക. ഇത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് അല്ല. രണ്ട് ന്യായാസനങ്ങൾ, രണ്ടും കൂടെ കൺഫ്യൂസ് ആയി പോകല്ലേ. ഒന്ന് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം
സകല അന്ന് 1000 ആണ്ട് വാഴ്ചയിൽ കൂടെ പോയവരും ആദം മുതൽ മരിച്ചുപോയ എല്ലാ ദുഷ്ടന്മാരും എഴുന്നേറ്റ് വരുന്ന ഒരു ന്യായവിസ്താര സഭയാണ്. അതിന്റെ കാര്യമല്ല ഈ പറയുന്നത്. ഇത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇവിടെ ദുഷ്ടന്മാരാരുമില്ല. ഇവിടെ ഉള്ളവരെല്ലാവരും വിശുദ്ധന്മാരാ. ഇവിടെ റാപ്ചറിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ചെന്നിരിക്കുന്ന ഒരു സഭയാണ്. ഇത് കണ്ടില്ലയോ, ഈ 2 കൊരിന്ത്യർ 5:10 പറയുന്നത് കണ്ടോ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. കണ്ടോ, നാം എല്ലാവരും കർത്താവിന്റെ ഈ ന്യായാസനം, ഇതിനെയാണ് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ എന്ന് ചെയ്തതാ, ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത്, ഈ ജീവനോട് ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടുന്നതാകുന്നു. ആ സഭയുടെ കാര്യമായി ഇവിടെ പറയുന്നത് 12ാമത്തെ വാക്യം. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഇതാണ് ജഡ്ജ്മെന്റ് സീറ്റ്. ഇവിടെ ദുഷ്ടന്മാരില്ല. ഇവിടെ സൽപ്രവൃത്തികൾ നാം എന്തുമാത്രം ചെയ്യണം, ആ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. ഇത് രക്ഷയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. രക്ഷയ്ക്കല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. റിവാർഡും ഇൻഹെറിറ്റൻസും നമ്മുടെ അവകാശങ്ങളും പ്രതിഫലങ്ങളും നമുക്ക് തരുന്ന ഒരു സ്ഥലമാണ്. തീ തന്നെ അതിനെ ശോധന ചെയ്യും. ഇവിടെ ക്വാളിറ്റി ഓഫ് വർക്കാണ് നോക്കുന്നത്, ക്വാണ്ടിറ്റി അല്ല. നിങ്ങൾ എത്ര ചെയ്ത് കൂട്ടി എന്നുള്ളതല്ല നോക്കുന്നത്, ക്വാളിറ്റിയാണ്. ഇവിടെ നോക്കിയേ, ആദ്യത്തെ 3 കാര്യങ്ങൾ നോക്കിയേ. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. അടുത്തത് 3 മരം, പുല്ല്, വൈക്കോൽ. ഇത് രണ്ട് ഗ്രൂപ്പാണ്, 2 ബാച്ചാണ്. ഒന്ന് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൊണ്ട് നിങ്ങൾ പണിയുക. ഈ പണി മുഴുവനും കൂടെ തീയിൽ കൂടി കടത്തി വിടാൻ പോവുക. ഈ തീയിൽ കൂടി കടത്തി വിടുമ്പോൾ ഈ തീക്കകത്തിൽ അത് സസ്റ്റെയിൻ ചെയ്യും. അത് അങ്ങനെ തന്നെ നിൽക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടും. കത്തിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി എല്ലാം കത്തിപ്പോവും. നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല, ഒരു പ്രതിഫലവും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മളെ പിടിച്ച് നരകത്തിൽ തള്ളത്തില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ തന്നെ ആ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ പ്രവൃത്തികളെയാണ് ഇത് ശോധന ചെയ്യുന്നത്. ഇവിടെ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഇത് 3ഉം തീയിൽ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താ? അത് നല്ല തിളങ്ങി ശോഭിച്ച് കത്തി ജ്വലിച്ച് അങ്ങനെ നിൽക്കും. അതിനൊരു കുഴപ്പവും വരത്തില്ല. അപ്പുറത്ത് ആ തീ കഴിഞ്ഞ് അപ്പുറത്ത് ചെന്ന് നോക്കുമ്പോൾ അതങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. ഓരോന്നിനും അതിന്റെ അനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പണിതിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനവന് പ്രതിഫലം കിട്ടും. മരം, പുല്ല്, വൈക്കോൽ. മരം എന്ന് പറഞ്ഞ ഒരു ഉണങ്ങിയ മരത്തിന് തീ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പുല്ല് കെട്ടി ആ പുല്ലിനിങ്ങനെ പുൽപ്പാടം എവിടെയെങ്കിലും ഒരു സൈഡ് തീ കൊടുത്താൽ മതി. അങ്ങനെ ആളിക്കത്തി മുഴുവനും തീ കാണേണ്ടുന്ന താമസം, മുഴുവൻ കത്തി കരിഞ്ഞു പോകും. ഒന്നും ബാക്കി കാണത്തില്ല, പ്രതിഫലത്തിനൊന്നും ബാക്കി കാണത്തില്ല. വൈക്കോൽ നമുക്കറിയാം, കച്ചിത്തുറു കെട്ടിയതും തുറുമാതിരി ഇട്ടേക്കുന്നതും കച്ചിക്കെട്ടുകൾ നമുക്കറിയാം. അതിനെങ്ങനെ തീ അടുത്തെങ്ങനെ കണ്ടാൽ മതി, അത് ചാടി കയറി തീ പിടിക്കും, മുഴുവൻ കത്തി കരിഞ്ഞു പോകും, ഒന്നും ബാക്കി കാണത്തില്ല. എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ പ്രവൃത്തി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലാണ് നടക്കുന്നത്. ആ ദിവസം അതിനെ തെളിവാക്കും. ഏത് ദിവസം? ജഡ്ജ്മെന്റ് ഡേ. അന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദിവസം, റാപ്ചർ ഡേയിൽ, റാപ്ചറിൽ ചേർക്കപ്പെട്ട് നമ്മൾ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലേക്കാണ് ചെല്ലുന്നത്. പ്രതിഫലം തന്നിടുവാൻ ആ പാട്ടൊക്കെ ഇതിന്റെ ബേസിസിലാണ് അവരെഴുതിയിരിക്കുന്നത്. അത് തീയോട് വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഇവിടുത്തെ തീ എന്ന് പറയുന്നത് ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. ഈ തീ ശോധന ചെയ്യുന്നത് ദൈവവചനമാകുന്ന തീയിൽ കൂടിയാണ് ഇതിനെ കടത്തിവിടുന്നത്. ആ വചനപ്രകാരം ചെയ്ത കാര്യങ്ങളൊക്കെ നിലനിൽക്കും. വചനപ്രകാരമല്ലാതെ നമ്മൾ അതിൽ നിന്ന് കാര്യം മനസ്സിലാക്കാതെ ഡീവിയേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഉപദേശം അല്ലാതെ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് അതായിരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായിട്ട് നിൽപ്പാൻ ശ്രമിക്കുക. ഇവിടാണ് ലജ്ജിക്കാൻ സംഗതി ഉണ്ടാകുന്നത്. ലജ്ജിതനായി പോകുന്നത് ഇവിടെയാണ്. ഒത്തിരി ഓടി, ഒത്തിരി അധ്വാനിച്ചു, ഒരു ചിലരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെന്നുണ്ടെങ്കിൽ തല കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ രക്ഷ സുരക്ഷിതമാണ്. ആ ദിവസം തന്നെ തെളിവാക്കും. അത് തീയോട് വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. കണ്ടോ? ആ പ്രതിഫലം, അവൻ ആ പണി തീയിൽ കൂടി കടന്നു പോയിട്ട് നിലനിൽക്കുമെങ്കിൽ അതിന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും.
ആ പ്രവൃത്തി കത്തിപ്പോയെങ്കിൽ ഒന്നും ബാക്കിയില്ലെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്ര. കണ്ടു, താനോ രക്ഷിക്കപ്പെടും. ഇവിടെ ഒരു കാര്യം നോക്കിയേ, അവന്റെ പ്രവൃത്തിയെല്ലാം വെന്തുപോയി, പക്ഷേ താനോ രക്ഷിക്കപ്പെടും. അവനെ പിടിച്ച് ഇവൻ ഒരു പ്രവൃത്തിയുമില്ല, ഇവനെ നിത്യ നരകത്തിലേക്ക് തള്ളുക എന്ന് പറയത്തില്ല. കാര്യം താങ്കളുടെ ഒരു പ്രവൃത്തിയും കൊണ്ടല്ല താങ്കൾ അവിടെ എത്തിയിരിക്കുന്നത്. കർത്താവിന്റെ പ്രവൃത്തിയിലെ താങ്കളുടെ വിശ്വാസത്താല. ഒരിക്കൽ താങ്കൾ വിശ്വസിച്ച് താങ്കൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. താങ്കൾ ഒരു പ്രവൃത്തി ഇല്ലെങ്കിലും താങ്കൾ അവിടെ എത്തും. ഇവിടെ കൊരിന്തിലെ സഭയുടെ പ്രത്യേകിച്ച് പ്രവൃത്തിയൊന്നുമില്ല, ജഡീകന്മാരും ആത്മീക ശിശുക്കളുമാണ്. അവരെ വിശുദ്ധന്മാരെ എന്ന് വിളിച്ചിട്ടാണ് അവര് ദൈവസഭയിലെ അംഗങ്ങളായിട്ടാണ് അവരെ പറയുന്നത്. അവരോട് പറയുക, നിങ്ങൾ വന്ന് അവിടെ നിൽക്കും, അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ കത്തിപ്പോകുമെന്ന് പറയുക. ഇവിടെ രക്ഷ സുരക്ഷിതമാണ്, ഒരുത്തരുടെയും പ്രവൃത്തിയാലല്ല. അതുകൊണ്ടാണ് താങ്കൾ ഈ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് വരെ എത്താൻ ഇടയായത്. കർത്താവിന്റെ വിളി ഒരിക്കൽ നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷ സുരക്ഷിതമാണ്. അടുത്ത വാക്യം. ഈ ഒരു കാര്യം ഞാൻ പല പ്രാവശ്യം പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒത്തിരി റെപ്പറ്റേഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് മാറിപ്പോവുക. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ അടുത്ത വാക്യം. ഓക്കെ, ഇവിടെ പോൾ ചോദിച്ചു വരുന്നത് പൗലോസ് ആര്, അപ്പല്ലോസ് ആര് എന്നൊക്കെ ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. ഞങ്ങൾക്കൊന്നും ഇതിലൊരു ഒട്ടും ക്രെഡിറ്റ് എടുക്കാനുള്ള യോഗ്യതയില്ല. പോൾ ആര്, അപ്പല്ലോസ് ആര്, പൗലോസ് ആര് എന്നൊക്കെ പോൾ ചോദിച്ചിട്ടാണ് ഈ എഴുതി മുന്നോട്ട് നമ്മൾ വായിച്ചു വരുന്നത്. അവരെന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ വെറും കൂട്ടുവേലക്കാരാ, പോസ്റ്റ്മാനാ, മെസ്സഞ്ചറാ. ഞങ്ങൾ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, കാര്യം ഞങ്ങൾക്ക് ഇതിന് പ്രതിഫലമുള്ളത്. ഞാൻ ഓവർ ടൈം അധ്വാനിക്കുന്നുണ്ട്, കാര്യം ശരിയാ, കാര്യം എനിക്കതിന് പ്രതിഫലമുള്ളതാണ്, ചുമ്മാതല്ല. എനിക്ക് പ്രതിഫലമുണ്ട്. അത് ഇവിടെ കിട്ടത്തില്ല. ഇവിടുത്തെ കാറും വീടും ഇവിടുത്തെ സമ്പാദ്യവും ബാങ്ക് ബാലൻസും ഒന്നും അല്ല നമ്മുടെ പ്രതിഫലം. നമ്മുടെ പ്രതിഫലം സ്വർഗത്തിലാണ്, നമുക്കത് കിട്ടും. അത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ നമുക്കത് ലഭിക്കും. ഇവിടെ സെയിന്റ് പോൾ എന്നോ സെയിന്റ് പീറ്റർ എന്നോ സെയിന്റ് അപ്പല്ലോസ് എന്നോ ഒരു സെയിന്റും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അവർക്കൊരു പ്രത്യേകിച്ചൊരു അധികാരമില്ല, പ്രത്യേകിച്ചൊരു പദവിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരുത്തരെയും പ്രത്യേകിച്ച് എടുത്തു കാണിക്കേണ്ടെന്ന് ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി പോവുക. ഇവിടെ രണ്ടു പേര് വീട് പണിത് നമുക്ക് ഉദാഹരണമായിട്ട് ഉപയോഗിക്കാം. ഒരാൾ പാറമേൽ വീട് പണിതു, ഒരാൾ മണലിന്മേൽ വീട് പണിതു. അല്ലെങ്കിൽ ഒരാൾ കോൺക്രീറ്റ് കൊണ്ട് വീട് പണിതു, സ്റ്റീലും കോൺക്രീറ്റും പാറ കഷ്ണവും നല്ല വെട്രിഫൈഡ് ടൈൽസും ഒക്കെ ഉപയോഗിച്ച് പണിതു. വേറൊരാള് PVC പൈപ്പും എന്താ പറയുന്നത്, ഇപ്പൊ അങ്ങനെ കുറച്ചുണ്ടല്ലോ, UPVC, മൈക്ക, കാർഡ്ബോർഡും പ്ലൈവുഡും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരാൾ വീട് പണിതു. ഇതിന് രണ്ടിനും തീ പിടിച്ചു എന്ന് വിചാരിച്ചോ, എന്തായിരിക്കും അതിന്റെ അവസ്ഥ? രണ്ടാമത്തെ വീട് ഈ UPVC കൊണ്ടും മൈക്ക കൊണ്ടും ഒക്കെ പണിതത് തീ കണ്ടപാടെ കത്തിക്കരിഞ്ഞു പോകും. അതാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി. ഒന്നും ബാക്കി നിൽക്കത്തില്ല, കംപ്ലീറ്റ് കരിഞ്ഞു പോകും. അതായത് കോൺക്രീറ്റ് കൊണ്ടും സ്റ്റീൽ കൊണ്ടും പാറക്കെട്ടുകൾ കൊണ്ടും ഒക്കെ പണിതിരിക്കുന്ന വീട് അങ്ങനെ നിലനിൽക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ബിലീവേഴ്സ് ആർ നോട്ട് ജഡ്ജ്ഡ് ഫോർ ദെയർ സിൻ ബട്ട് ഫോർ ദ സർവീസ് ദേ പ്രൊവൈഡ് ആൻഡ് ഫോർ ദ ഫെയ്ത്ത്ഫുൾനെസ് ദേ ഹാഡ്. അതായത് ഈ സീറ്റില്, ഈ ജഡ്ജ്മെന്റ് സീറ്റില് ബിലീവേഴ്സ്, വിശ്വാസികള്, അവരെ ജഡ്ജ്മെന്റ് ഇവിടെ നടക്കുന്നത് അവരുടെ പാപത്തിന്റെ ഒരളവിനനുസരിച്ചല്ല, മനസ്സിലായോ? മറിച്ച് അവരുടെ വിശ്വസ്തമായ സേവനത്തിന്റെ ഒരു റിവാർഡാണ് ഇവിടെ നടക്കുന്നത്. അവർക്ക് പാപത്തിന്റെ എത്ര വലിപ്പ ചെറുപ്പം ഉണ്ടായി കഴിഞ്ഞാലും അതെല്ലാം നള്ളിഫൈഡ് ആണ്. ആ പാപത്തിനെ അളക്കുന്ന ഒരു ജഡ്ജ്മെന്റ് സീറ്റേ അല്ല ഇത്. നോട്ട് ജഡ്ജ് ഫോർ ദെയർ സിൻ. അങ്ങനെ പാപത്തെ അളക്കാനായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ അളവിന്റെ ഒരു വേരിയേഷൻ നമുക്ക് ഇതായിട്ട് കാണാൻ കഴിയും. ഒരിക്കൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പാപത്തിന് എല്ലാം ഒന്നിച്ച് ജസ്റ്റിഫൈഡ് ആയിരിക്കുക. അതിനെ കർത്താവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചിരിക്കുക. അതിനെക്കുറിച്ച് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അത് കഴിഞ്ഞു, അത് പോയി. പാപത്തിനല്ല ഇവിടെ അളവ്, ഇവിടെ ഇത് ജഡ്ജ്മെന്റ് നടക്കുന്നത്. നിങ്ങൾ അധ്വാനിച്ചതിന്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്, നല്ലതാകിലും തീയതാകിലും ചെയ്തതിനൊത്തോണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന്. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ ഒരു വാക്യം കൊടുത്ത് കാണിച്ചിട്ട് 14-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന്റെ 10-ാമത്തെ വാക്യം കണ്ടോ? അവിടെ പറയുക, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നിനക്ക് എന്ത് യോഗ്യത അതിനുള്ളത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും.
മനസ്സിലായോ? നമ്മൾ എല്ലാവരും കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടിയവരാ. നിങ്ങളും നിൽക്കണം, അവരും നിൽക്കണം, മറ്റവരും നിൽക്കണം, എല്ലാവരും നിൽക്കേണ്ടിയവരാ. അതുകൊണ്ട് ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും. ഇത് കൺസിസ്റ്റന്റ് അപ്പോൾ ഈ പറയുന്ന ഉപദേശം എവിടെങ്കിലും തെറ്റുപറ്റിപ്പോയതോ അല്ലെങ്കിൽ എവിടെങ്കിലും കൂട്ടി പറഞ്ഞു പോയതോ അല്ല. ഇത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യം. ഇവിടെ പാപത്തിനല്ല ജഡ്ജ്മെന്റ് നടക്കുന്നത്, നമ്മുടെ സർവീസിന്, നമ്മുടെ ശുശ്രൂഷയ്ക്ക്. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക്. കത്തിപ്പോയ ഒരു വീട്ടില് നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു വെളിയിൽ വരും. അത് കംപ്ലീറ്റ് കത്തിപ്പോയി. ഒരു വീട്, അവന്റെ പ്രവൃത്തി മുഴുവൻ കത്തിപ്പോയി, വീട് കത്തിപ്പോയി. പക്ഷെ ആള് സുരക്ഷിതനായിട്ട് വെളിയിൽ വന്നു. ഇതുപോലെയാ അവിടെയും. പ്രവൃത്തികൾക്ക് പ്രതിഫലം ഒന്നുമില്ല, താനോ രക്ഷിക്കപ്പെടും. മനസ്സിലായോ? ഇതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കണ്ടില്ലയോ അവിടെ പറഞ്ഞിരിക്കുന്നത്, താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇദ്ദേഹത്തിന്റെ വീടും ഓടി നടന്ന് അധ്വാനിച്ചതും കാര്യം അറിയാതെ വലിയ ക്രൂസൈഡുകൾ നടത്തി, കൺവെൻഷനുകൾ നടത്തി, അതും നടത്തി, ഇത് നടത്തി, എല്ലാം കത്തിപ്പോവും. കാര്യം താങ്കൾക്ക് എന്താ ചെയ്യേണ്ടതെന്നേ അറിഞ്ഞിരുന്നില്ല. വചനപ്രകാരമല്ലാതെ ചെയ്തതും താങ്കളുടെ ബൈബിൾ സ്കൂളുകളും താങ്കൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. വലിയ കച്ചത്തുറു മാതിരി, വലിയ പുല്ല് വൈക്കോൽ മാതിരി വലിയ സംഗതികളൊക്കെയാ. പക്ഷെ തീയിൽ കൂടി കടത്തിവിടും, അത് മുഴുവനും കത്തിച്ചാമ്പലായി കരിഞ്ഞു പോകും. താങ്കള് കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വെളിയിൽ വരും. സാൽവേഷൻ cannot be lost. റിവാർഡ്സ് ക്യാൻ ബി ലോസ്റ്റ്. നിങ്ങളുടെ രക്ഷ ഒരിക്കലും നഷ്ടമാകത്തില്ല. ഞാനിവിടെ പല വാക്യങ്ങളും എടുത്ത് കാണിച്ച് അത് ഉറപ്പിക്കേണ്ടതാണ്. എന്നാൽ പോകെ പോകെ നമുക്ക് സൗകര്യം കിട്ടും, സമയം കിട്ടും, അവിടെയൊക്കെ ഞാൻ അത് എടുത്ത് കാണിക്കാം. എറ്റേണൽ സെക്യൂരിറ്റി. വൺസ് സേവ്ഡ് യു ആർ ഓൾവേസ് സേവ്ഡ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട അന്നേരം പരിശുദ്ധ ആത്മാവിനാൽ നിങ്ങളെ മുദ്രയിടുക. ആ മുദ്ര ആർക്ക് വേണ്ടിയിട്ടോ ആ ആളിന്റെ കയ്യിൽ എത്തുന്നവരെ ആ മുദ്ര ഒരുത്തർക്കും തൊടാൻ പറ്റത്തില്ല. യു ആർ സീൽഡ് ആൻഡ് യു ആർ സേവ്ഡ് ആൻഡ് യു വിൽ ബി ടേക്കൺ ഇൻ ദ റാപ്ചർ. സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെടുമ്പോൾ താങ്കൾ തീർച്ചയായിട്ടും കർത്താവിന്റെ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലുണ്ടാവും. അവിടെ ചെന്നിട്ട് താങ്കൾ മുമ്പന്മാർ പലരും പിമ്പന്മാരായി പോകുമെന്ന് പറഞ്ഞതുപോലെ അവിടെ ചെന്നിട്ട് തല കുനിച്ച് നിൽക്കുന്നതിനിടയായി തരും. അത് കർത്താവെ, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എനിക്കതിന് അവസരമില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാമ്പത്തികമില്ലായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അവിടെ താങ്കൾ ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് ഇത് ചെയ്താൽ താങ്കൾക്ക് ഇത് പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് അത് ഏൽപ്പിച്ച ആള് വന്ന് ചോദിക്കുക, താങ്കൾ അത് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്കത് കിട്ടിയില്ല, ഞാനത് നോക്കി, എനിക്കൊരു ഇച്ചിരി ബിസി ആയിപ്പോയി. വല്ല പ്രയോജനമുണ്ടോ? താങ്കൾക്ക് ഒരു പ്രതിഫലവും കിട്ടത്തില്ല. താങ്കൾ ഏറ്റവും കള്ളൻ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ദൈവം ഏൽപ്പിച്ച ഒരു വേല ചെയ്യാതെ ഉഴപ്പി തല്ലി നടന്നിട്ട്, ചർച്ചിൽ പോലും ആരാധനയ്ക്ക് പോലും വരാൻ കഴിയാതെ ഉഴപ്പി തല്ലി നടന്നിട്ട് അവിടെ ചെന്ന് തല കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. അതാണ് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയാൻ കാര്യം. കത്തിപ്പോയ ആ വീട്ടിൽ നിന്നും വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതുപോലെ, തലനാരഴിക്ക് രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെട്ട് താങ്കൾ വെളിയിൽ വരും. പക്ഷെ താങ്കൾക്കൊരു കുഴപ്പവുമില്ല, താങ്കളുടെ ഒരു പ്രവൃത്തിക്കും പ്രതിഫലം ഉണ്ടാകത്തില്ല എന്ന് ഞാനിവിടെ ഓർപ്പിക്കുക. ഇവിടെ ഒരു കാര്യം കൂടെ ആ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ. ഫെയ്ത്ത്ഫുൾനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ വിശ്വസ്തനായിട്ട് സേവ ചെയ്യണം. ആർക്കെങ്കിലും വേണ്ടി നിർബന്ധപ്രകാരമൊന്നും അല്ല കേട്ടോ. നിർബന്ധപ്രകാരം ചെയ്യുന്നതിനൊന്നും ഒരു പ്രയോജനവും കിട്ടത്തില്ല. വെറുതെ ചെയ്തതുപോലെ ഉള്ളൂ. ദൈവം അതിന് ഒരു പ്രതിഫലവും തരത്തില്ല. ചിലരുണ്ട് ഭയങ്കര ഫയർ വർക്ക്സ് വിശ്വാസം പോലെ ഉള്ള ചിലരുണ്ട്. വന്ന് ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയ്യോ ഇതാണ് ശരിയെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ രാവിലെ മീറ്റിങ്ങിന് കൂടുന്നു, ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ വരുന്നു, വൈകിട്ട് പിന്നെ മീറ്റിംഗ് ഇല്ലയോ എന്ന് ചോദിച്ചു വരുന്നു. ഭയങ്കര ഉത്സാഹമാണ്. ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ആളിനെ പിന്നെ കാണാൻ കിട്ടത്തില്ല. 2 മാസം കഴിയുമ്പോഴത്തേനും പിന്നെ പിള്ളേ വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ല. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. ഫയർ വർക്ക്സ് മാതിരി വന്ന് കത്തി ഭയങ്കര ബഹളവും ഭയങ്കര വെടിക്കെട്ടുമാതിരിയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതുപോലെ അങ്ങ് താണുപോകും. യാതൊരു അനക്കവും പിന്നില്ല. ഇങ്ങനെയുള്ള കുറെ പേരുണ്ട്. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കൺസിസ്റ്റൻസി. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. മരണപര്യന്തം. വഴിക്ക് വെച്ച് വിട്ടേച്ച് പോകുന്നവരല്ല വിശ്വസ്തൻ എന്ന് പറയുന്നത്. കർത്താവിന്റെ വരവ് വരെ ഫെയ്ത്ത്ഫുൾ സെർവന്റ്. അടുത്ത വാക്യത്തിലേക്ക് കയറാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾ പോകുന്ന പള്ളിയല്ല ദൈവത്തിന്റെ മന്ദിരം. അത് നിങ്ങൾ വിശുദ്ധന്മാർ കൂടുന്ന ചർച്ച്, സഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. നിങ്ങൾ എല്ലാവരുടെ ചേർന്ന് വരുന്ന ഒരു സ്ഥലം എന്നുള്ളതേ ഉള്ളൂ. അതല്ല ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ആ പള്ളിയല്ല, അത് വേറെ ഒരു ബിൽഡിംഗ് മാത്രം. അതിനൊരു ഇമ്പോർട്ടൻസും ഈ കാലഘട്ടത്തിലില്ല. ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്.
ഞാനതിനെ നിഷേധിക്കുന്നില്ല. അതിപരിശുദ്ധ സ്ഥലമെന്നും പരിശുദ്ധ സ്ഥലമെന്നും പ്രാകാരം എന്നൊക്കെ പറഞ്ഞ് ദൈവം കൽപ്പിച്ചു കൊടുത്തിരുന്ന അതിന്റെ നീളം, വീതി, അളവ് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിന് പർപ്പസ് ഉണ്ടായിരുന്നു. അതിന് ആചാര്യന്മാരെ കൽപ്പിച്ചാക്കിയിരുന്നു. ആചാര്യന്റെ വസ്ത്രത്തിന് വരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഒരു ബട്ടൺസ് എങ്ങനെ തയ്ക്കണമെന്നും ആ മഹാപുരോഹിതന്റെ ഉടുപ്പിന്റെ ബട്ടൺസ് എങ്ങനെ തയ്ക്കണമെന്ന് വരെ, അതിൽ എന്തൊക്കെ കൊളുത്തിയിടണമെന്ന് വരെ ഉള്ളതിന്റെ എല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ അത് മുഴുവൻ അപ്പാടെ നിന്നുപോയി. കാര്യം കർത്താവിന്റെ ആ മഹായാഗത്തോടു കൂടി ഇതിനൊന്നും ഒരു വിലയുമില്ല. ഒന്നോ രണ്ടോ പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ കർത്താവ് വരുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ കൃപായുഗത്തിൽ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്നിരിക്കുക. ഇവിടെ നമ്മൾ കൂടുന്ന ഒരു സ്ഥലമാണ്, ആ ഒരു ബിൽഡിംഗ് ആണ്. അതല്ലാതെ ആ ബിൽഡിങ്ങിന് ഒരു പ്രത്യേകതയുമില്ല. ആ ബിൽഡിങ്ങിൽ നോക്കി പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പള്ളിയിലോട്ട് കൈ ചൂണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 വിരലും തിരിച്ച് വായി വെച്ച് കടിക്കാനൊക്കെ പറയും. കാര്യം പള്ളിയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോണം. പള്ളിക്ക് നേരെ വിരൽ ചൂണ്ടാൻ പാടില്ല. അത് ചെറുപ്പത്തിലേ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചോണ്ട് ഒരു അച്ഛന് നേരെ ഒന്നും പറഞ്ഞേക്കല്ല, പള്ളിക്ക് നേരെ ഒന്നും പറഞ്ഞേക്കല്ല, പള്ളിക്കെതിരെ തിരിഞ്ഞേക്കല്ല. അങ്ങനെ നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നേക്കുന്നുണ്ടോ. പള്ളിക്ക് നേരെ ഓർക്കാതെങ്കിലും കിളിയെ കാണിക്കാനായിരിക്കും നമ്മൾ കൈ ചൂണ്ടിയത്. പക്ഷെ പള്ളിയുടെ സൈഡിലോട്ട് ആയതുകൊണ്ട് തിരിച്ചു വായി വെച്ച് കടിക്കാനൊക്കെ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. ഇന്ന് പള്ളിയിൽ കൈ ചൂണ്ടി പള്ളിക്കകത്തിൽ അങ്ങ് അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ആളിന്റെ കഴുത്തിന് പിടിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഇന്ന് അതുപോലുള്ള പ്രശ്നങ്ങളാണ് പള്ളിക്കകത്ത് നടക്കുന്നത്. അതൊന്നും അല്ല ഈ കാലഘട്ടത്തിലെ സഭ എന്ന് പറയുന്നത്. നമ്മളാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലേ? നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക ആ ദൈവത്തിന്റെ ആത്മാവ്. കണ്ട് എന്ത് കൺസിസ്റ്റന്റ് ആയിട്ടാ എല്ലാ ലേഖനത്തിലും പറയുന്നുണ്ടോ. ഇവിടെ അടുത്ത വാക്യം, 17ാമത്തെ വാക്യം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും നമ്മൾ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. നമുക്ക് ഏതെങ്കിലും രീതിയിൽ നടക്കാൻ ഒരു അധികാരവുമില്ല. നമ്മൾ വിശുദ്ധിയോടും വേർപാടോടും ഈ ലോകമോഹങ്ങൾക്കനുസരിച്ച് പോകുന്നതിനിടയായി തീരാതെ കർത്താവിന് കൊള്ളാവുന്നവരായിട്ട് കാത്തു സൂക്ഷിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നമ്മൾ അതിനെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. നിങ്ങളും അങ്ങനെ തന്നെ. ഇവിടെ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ സമയം തീർന്നുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ചയിൽ ഇത് ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് വിടും. അന്നേരം നമുക്കിത് കൂടുതൽ മനസ്സിലാവും. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. നിങ്ങളുടെ ജ്ഞാനം ഇവിടെ ഒരു പ്രസക്തിയും ഇല്ല എന്ന് പറയാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ലോകത്തിന് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുക. ഇത് മനസ്സിലായെങ്കിൽ ഇന്ന് എത്ര സഭ കണ്ടേനെ. ഇന്ന് ക്രിസ്തീയ സഭകൾ 45,000-ലേറെ ക്രിസ്തീയ സഭകളാണ്. ഈ കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞ് ലോകത്തിന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര സഭ കണ്ടേനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരേ ഒരു സഭയെ കാണത്തുള്ളൂ, ഒരേ ഒരു സഭ. പല ലോക്കൽ കൂട്ടായ്മകൾ കാണും, കാര്യം ശരിയാ. പക്ഷെ എല്ലാവരുടെയും ഡോക്ടറിന് ഇത് തന്നെ ആയിരിക്കും. ഇതിനകത്ത് നിന്ന് എങ്ങോട്ടും മാറാനില്ല. കർത്താവിന്റെ ക്രൂശ് അല്ലാതെ വേറൊരാളുടെ ക്രൂശ് അവിടെ കൊണ്ടുവെക്കാൻ പറ്റും? കർത്താവിന്റെ അടിസ്ഥാനമല്ലാതെ വേറൊരു അടിസ്ഥാനം അവിടെ ഇടാൻ പറ്റത്തില്ല. ഇതല്ലാതെ വേറൊരു സഭ, 2 എന്നൊരു സഭ കാണത്തില്ലായിരുന്നു. എന്നാൽ സാത്താൻ അറിയാം എവിടെ എറിയണം, ആർക്ക് എന്ത് ഇട്ടുകൊടുക്കണമെന്ന് അറിയാം വളരെ വ്യക്തമായിട്ട്. അതുകൊണ്ട് ഇന്ന് വിഭജിച്ച് നമ്മളെ തന്നെ വഞ്ചിച്ചിരിക്കുക. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഇന്ന് ദൈവം ആക്ച്വലി ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഈ രീതിയിൽ ജനത്തെയും ദൈവസഭയും തെറ്റിച്ച് കളയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം അതിന് വാണിംഗ് കൊടുക്കുക. കറപ്റ്റിംഗ് ഗോഡ്സ് ടെമ്പിൾ, ഫോൾസ് ഡോക്ട്രിൻ, തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ പരത്തുക, ജനത്തെ തെറ്റിച്ച് കളയുക. വേൾഡ്ലിനെസ്, അതായത് ഈ ലോകപ്രകാരം ലോകത്തിന്റെ മോഹം, ലോകത്തിന്റെ രീതികളെല്ലാം സഭയ്ക്കകത്തിൽ കയറ്റുക. അന്യ ആരാധനകളൊക്കെ ഒന്നല്ല വേറെ രീതിയിൽ സഭയിൽ കയറ്റി സഭയെ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്യുക, കംപ്ലീറ്റ് നശിപ്പിച്ച് കളയുക. ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ സന്നിധിയിൽ ഭോഷസമത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. അവരവരുടെ കൗശലത്തിൽ. സാത്താൻ ഭയങ്കര ജ്ഞാനി, അവൻ സർവജ്ഞാനിയല്ല, അവൻ ജ്ഞാന സമ്പൂർണനാണ്, അവന്റെ കൗശലക്കാരനാണ്, അവൻ കൗശലത്തിന്റെ അപ്പനാണ്. ദൈവം അവന്റെ കൗശലത്തിൽ തന്നെ അവനെ പിടിച്ചേക്ക്. അവൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അവൻ ആ ഉണ്ടാക്കുന്ന ക്രൂശ് അവന്റെ തലയ്ക്ക് ആണി അടിക്കാൻ പോവുക എന്നുള്ളത് അവൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അവൻ ഓരോ ആണി കർത്താവിനെ കെടുത്തി അടിക്കുമ്പോഴും അവൻ വിചാരിച്ചിരുന്ന ഫൈനലി ഇതിനെല്ലാം ഒരു പരിസമാപ്തി വന്നു. അവസാനം കർത്താവിന്റെ ആ ക്രൂശിൽ കൂടെ ഒഴുകുന്ന രക്തം കണ്ടുകൊണ്ട് അവൻ പറയുന്നുണ്ടാവും, ഫൈനലി ഇറ്റ് ഈസ് ഡൺ.
പക്ഷെ അവന്റെ തലയിലാണ് ആണി അടിച്ചത് എന്നുള്ളത് അവന് മനസ്സിലായില്ല. അവന്റെ കൗശലത്തിൽ തന്നെ കർത്താവ് അവനെ പിടിച്ചേക്കുക. ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിൽ ഭോഷത്വമത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നും വ്യർത്ഥമെന്ന് അറിയുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. എല്ലാം നമുക്കുള്ളതാണ്, ഇവിടെ ഉള്ളതാണ്. അതിന് ഒരുത്തർക്കും ഒരു പ്രത്യേകതയുമില്ല. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ പഠിച്ചതിന്റെ ആ ഒരു രത്ന ചുരുക്കം 23-ാമത്തെ അധ്യായം അവിടെ തീരുക. ഇന്ന് നമ്മൾ ഈ പഠിച്ചതിന്റെ ആ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് വാട്ട് ആർ യു ബിൽഡിങ്? മനസ്സിലായോ? നമ്മൾ എന്താണ്? ആർ യു സ്റ്റിൽ എ ബേബ്? ഒരു ശിശുവായിട്ടാണോ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്? അതോ ഈ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാനും മാത്രം പ്രാപ്തിയായിട്ടുണ്ടോ? ദഹിക്കുന്നുണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ? നിങ്ങൾ ഇന്നും അതൊരു ജഡീകനായിട്ടാണോ സഭയിലിരിക്കുന്നത്? വാട്ട് ആർ യു ബിൽഡിങ്? വിൽ യുവർ വർക്ക് വിത്ത്സ്റ്റാൻഡ്, സസ്റ്റെയിൻ ദ ഫയർ ഇൻ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭയിൽ നിങ്ങളുടെ പണി നിലനിൽക്കുമോ? നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ എയിം, ഒരു 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞാൽ അവസാനം. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഗ്രോ അപ്പ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വളരുക എന്നുള്ളത്. ബിൽഡ് ഓൺ പൊളൈൻ ഫൗണ്ടേഷൻ. പൗലോസ് അപ്പോസ്തലൻ കൂടി ഇട്ടിരിക്കുന്ന ആ ഫൗണ്ടേഷന്റെ പുറത്ത് നമ്മൾ പണിയണം. നമ്മൾ ഇതിലൂടെയൊക്കെ പണിത് പോയിട്ട് കാര്യമില്ല. ഈ ഫൗണ്ടേഷനിൽ നിന്ന് മാറി എന്തെങ്കിലും പണിതിട്ട് ഒരു കാര്യമില്ല. പ്രീച്ച് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് മിസ്റ്ററി. പോളിന് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ആ റെവലേഷൻ അനുസരിച്ച്, ആ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ച് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കണം. ബി എ ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഓഫ് ഗാഡ്. കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയായിട്ട് നിൽക്കണം. ലീവ് ടുഡേ വിത്ത് ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ഇൻ മൈൻഡ്. നമ്മുടെ മനസ്സിൽ ജഡ്ജ്മെന്റ് സീറ്റിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രതിഫലം ലഭിക്കുന്നത് കണ്ടുകൊണ്ട് ഇവിടെ നിങ്ങൾ അധ്വാനിക്കുക. നിങ്ങൾക്ക് അധ്വാനിക്കാൻ ഒരു ഉത്സാഹം ഉണ്ടാകുവാൻ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഓരോന്നും കണ്ടുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുക. ഈ 5 കാര്യങ്ങൾ ഈ അധ്യായത്തിൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഗ്രോ അപ്പ് ഇൻ ക്രൈസ്റ്റ്, അത് ക്രിസ്തുവിൽ വളരുക. ഒരു ബേബിയായിട്ട്, ഒരു ശിശുവായിട്ട്, ഒരു ജഡീകനായിട്ട് ഇരിക്കാതെ ക്രിസ്തു എന്ന തലയോളം വളരുക. ബിൽഡ് ഓൺ പൊളൈൻ ഫൗണ്ടേഷൻ. പൗലോസ് അപ്പോസ്തലൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങൾ പണിയുക. പ്രീച്ച് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ച് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. യേശുക്രിസ്തുവിനെ മറ്റുള്ളവരോട് പ്രസംഗിക്കുക. യേശുക്രിസ്തുവിനെ ഹിസ്റ്ററി അനുസരിച്ചല്ല, മിസ്റ്ററി അനുസരിച്ച് പ്രസംഗിക്കുക. കർത്താവ് ഇന്നടുത്ത് ജനിച്ചു, മറിയയിൽ, കന്യകാ മറിയത്തിൽ, ഇതെല്ലാം ശരിയാണ്. പ്രസംഗിക്കേണ്ടത് ദ മിസ്റ്ററി റെവലേഷൻ. പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. ബി എ ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഓഫ് ഗാഡ്. കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയായിട്ട്, ഒരു ഫയർ വർക്ക്സ് വിശ്വസ്തനായിട്ടല്ല, അന്ത്യം വരെ മരണപര്യന്തം ഞാൻ വിശ്വസ്തനായിരിക്കും, നെഞ്ചും നെറ്റിയും കാണിച്ച് നിൽക്കാൻ ഉള്ള ധൈര്യത്തോട് കർത്താവിനെ സേവിക്കുക. ലീവ് ടുഡേ വിത്ത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ഇൻ മൈൻഡ്. ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭ മനസ്സിൽ കണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുക. അവിടുന്ന് പ്രതിഫലങ്ങൾ പേര് വിളിച്ച് നമുക്ക് തരുന്നത് കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക. കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുക. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. 4-ാമത്തെ 5-ാമത്തെ ക്ലാസ്സിലേക്കൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കയറാൻ പോവുകയാണ്. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്നത്തെ ചോദ്യത്തിന് മറുപടി പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നതിനുള്ള സമയം നമുക്കില്ല. അടുത്ത ആഴ്ചയിൽ ഞാൻ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. മുൻപേ അതിന് മറുപടി പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതായിരിക്കും, 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ.